ഒക്കെ 135. നല്ല അടിപൊളി ഒരു പീസാ കണ്ടോ, നല്ല മൂവിംഗ് പാറ്റേൺ ആണ് ഇതില്ലേ. ഈ ഒരു പാറ്റേൺ നല്ല വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ബാഗ് ഇട്ട സെറ്റ് ഹോട്ട് സെല്ലിംഗ് ആയിട്ട്. യെസ്, ഡെഡ് ഐഡിൽ ഇതൊരു ഇത് നമ്മുടെ സ്ലീവ്ലെസ് ഇപ്പൊ നല്ല മൂവ്മെന്റ്. ജയ്പൂരി സ്റ്റൈലിലുള്ള സ്ലീവ്ലെസ്സിലുള്ള കളക്ഷൻസ്, ഹാൻഡ്ലൂം കോട്ടണിൽ ഇതൊക്കെ ഒരിക്കലും ഡെഡ് ആവാത്ത അവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണെന്നുള്ള തെളിവാണ് ഞാൻ കാണിക്കുന്നത്. സ്കേർട്ടിൽ സ്ക്രാച്ചസ് ഉള്ളതാണ് ഞാൻ പറഞ്ഞ മറ്റേ 135 ഐറ്റം ഇല്ലേ, ഇത് ഭയങ്കര റീസണബിൾ റേറ്റ് ആണ് ഈ ഐറ്റം. ഫുൾ ടൈം ട്രെൻഡിങ് ആണല്ലോ, കുറെ ആയാലും ഇത് കളിക്കുന്നത്. പ്ലെയിൻ വേണോ വർക്കുള്ള വേണോ അത് നിങ്ങളുടെ ചോയ്സ്. നമ്മുടെ എല്ലാം ഉണ്ട്. ബട്ടനൂരി ഉണ്ടായിരുന്നു നോക്കല്ലേ. ഇതൊക്കെ കൊറിയൻ ടോപ്സ്. 5 സ്ലീവ് ഉണ്ട്, ഫുൾ സ്ലീവ് ഉണ്ട്, റെഗുലർ സൈസ് ഉണ്ട്, ഓവർ സൈസ് ഉണ്ട്. ഇനിയും നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് കണ്ട. സീരിയസ്ലി ഞാൻ ഇവിടെ കട തുടങ്ങിയിട്ട് ഒരു 6 വർഷമായി ഞാൻ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ഈ പാറ്റേൺ ഇത് വലിയ സൈസ് ആണല്ലോ. ലെവലപ്പിന്റെ കുർത്തീസ് എടുത്തപ്പോ ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം മാർക്കറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഷോപ്പ് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. അതും കുർത്തീസ്, വെസ്റ്റേൺ വെയർ, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് കിട്ടുന്നത്, അതും ലേഡീസിന്റെ ആണ് കേട്ടോ. അപ്പൊ ലൊക്കേഷൻ അറിയണ്ടേ, ഞാൻ അവിടെ നിന്നാണ് നടന്നു വന്നത്. നമ്മൾ വന്നിരിക്കുന്ന പറയുമ്പോൾ മേനക ബസ് സ്റ്റോപ്പ്, എറണാകുളത്ത് മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് വരാണെങ്കിൽ ജസ്റ്റ് ഇടവഴിക്കൂടെ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റിന്റെ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു റോഡിനെ പറയണത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ്. അപ്പൊ ആ വഴിക്ക് ബസ് വഴിക്ക് വരുമ്പോൾ എങ്ങനെയാ വരാമെന്ന് മനസ്സിലായില്ലേ. ഇനി നമ്മൾ ട്രെയിൻ വഴിക്കാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർത്ത് അല്ലെങ്കിൽ സൗത്തിലാണ് ഇറങ്ങുക. ഏതിലിറങ്ങിയാലും പ്രശ്നമില്ല, രണ്ടിനും നടുക്കലായിട്ടാണ് എറണാകുളം മാർക്കറ്റ്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ MG വഴിക്ക് കയറാം. MG വഴിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോൺവെന്റ് ജംഗ്ഷൻ അല്ലെങ്കിൽ കോൺവെന്റ് ജംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഗോപാലപ്രഭു റോഡ്, ഈ 2 വഴി കൂടെ നമുക്ക് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഷോപ്പാണ്. അതും 2 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഫുൾ കുർത്തീസിന്റെയും വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ്. ഡിസ്പ്ലേ കണ്ടാൽ തന്നെ നമുക്ക് കയറാണ്ടിരിക്കാൻ തോന്നുമോ. അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഒന്ന് ഡിസ്പ്ലേ നോക്കിയാലോ നമുക്ക്. വരൂ. അപ്പൊ ഷോപ്പിന്റെ പേര് അറിയണ്ടേ? ലെവൽ അപ്പ്. യെസ്, ലെവൽ അപ്പാണ് മൊത്തം കളക്ഷൻസ്. അപ്പോൾ നമുക്കിതാ ഇവിടെ നിന്ന് പിടിക്കാം. സ്കേർട്സ്, അങ്ങനെ ബോട്ടം വെയറിന്റെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. കൊറിയൻ പാൻസ്, അതുപോലെ സ്കേർട്സ്, പലാസോ, 3/4 അങ്ങനെ വെറൈറ്റീസ് കേട്ടോ. ഇതൊക്കെ സ്കേർട്സിന്റെ പുതിയ എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, ഇത് കൂടാണ്ട് ഇഷ്ടം പോലെ അകത്തുണ്ട്. ജസ്റ്റ് ഡിസ്പ്ലേയിലുള്ളത് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ, ഇത് ഫുൾ ടൂണിക് സ്റ്റൈലിലുള്ള കളക്ഷൻസ് എന്ന് വെച്ചാൽ ഒരു കളർ മാത്രമല്ല, സെയിം മോഡലിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലായിട്ടുള്ള കുറേ വെറൈറ്റി കളക്ഷൻസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുർത്തീസും വേണം. ഈ കാണുന്നത് കുർത്തീസിൻ്റെ ആണെങ്കിൽ നമുക്ക് സെയിം മോഡലിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൊറിയൻ പാൻസ്, ക്രോപ്പ് ടോപ്സ്, വെസ്റ്റേൺ വെയറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇനി എത്ര ക്രോപ്പ് വേണോ, എത്ര ക്രോപ്പ് ലെങ്ത് വേണോ, എങ്ങനെയാണെന്നത് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അകത്ത് ചെന്നിട്ട്. ഇനിയും കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡ് തന്നെ പിടിക്കാം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ അടിപൊളി അല്ലേ. ഇതൊക്കെ ടീനേജ് പിള്ളേർക്ക് പറ്റിയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ്. സൈസസ് അവൈലബിൾ ആണ്. വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ടീനേജുകാർക്കുള്ളത്. ഇനി എങ്ങനെ സൈസ് ഉണ്ട്, എത്ര സൈസ് ഉണ്ട് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അകത്തേക്ക് പോയിട്ട് നോക്കാം. ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഇപ്പോൾ ഒരു മോഡലിൽ തന്നെ 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ വെറൈറ്റീസ്. ടൂണിക് സ്റ്റൈലിൽ ജാക്കറ്റ് മോഡൽ. യെസ്, എന്തോരം വെറൈറ്റീസ് അല്ലേ. സൂപ്പർ. ഇഷ്ടം പോലെ വെറൈറ്റീസ്, ഇഷ്ടം പോലെ കളക്ഷൻസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മിസ്സായി പോകണ്ട. നമുക്ക് ജയ്പൂരി സ്റ്റൈലിലുള്ള സ്ലീവ്ലെസ്സിലുള്ള കളക്ഷൻസ്, ക്രോപ്പ് ടോപ്പിലും അതുപോലെ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താണെന്നറിയോ, സ്റ്റാർട്ടിങ് റേറ്റ് വെറും 135 രൂപയ്ക്ക് കുർത്തി. 135 രൂപയ്ക്ക് കുർത്തി എന്നൊക്കെ പറയുമ്പോൾ എന്താ രസമല്ലേ. ഇവിടെ അടിപൊളി സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് വലിയവർക്കുള്ള കുർത്തീസ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ഫുട്ബോളിൽ വേണോ, അങ്ങനെ ഹക്കോബയിൽ അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടംപോലെ. ജയ്പൂരി സ്റ്റൈലിൽ വേണോ, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ഇനി നമ്മൾ വന്നിരിക്കുന്നത് ലെവൽ അപ്പ് എന്ന് വെച്ചാൽ ഇപ്പുറത്തെ ഒരു സൈഡും അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു സൈഡ് 2 ഷോപ്പാണ് ഉള്ളത്. അപ്പുറത്തെ സൈഡാണെങ്കിൽ നമുക്ക് വെസ്റ്റേൺ വെയർ, ഇവിടെ ആണെങ്കിൽ നമുക്ക് മൊത്തം കുർത്തീസ്. പിന്നെ മോളിലും ഉണ്ട്. ചേച്ചി ഒരു ഹൈ പറ. ചേച്ചി അവിടുന്ന് തല ഇങ്ങനെ എത്തിച്ച് നോക്കായിരുന്നു. ഒരു ഹായ് പറ ചേച്ചി ലെവലപ്പിലെത്തിയല്ലേ. യെസ്, മുകളിലും കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ നമുക്ക് അകത്ത് ചെന്ന് ചോദിക്കാം. ഇനി ഞാൻ ഇട്ടിരിക്കുന്നതിനെ കുറിച്ച് പറയാം. ഇതുപോലത്തെ 2 പീസ് കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് പക്ക കോട്ടണിൽ ഇക്കത്തിൻ്റെ സ്റ്റൈലിലുള്ള വർക്ക്. പാൻ്റ് ആണെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഓണറായിട്ട് സംസാരിക്കാം. വരൂ. ഹലോ, നമസ്തേ. ശരിക്കും പറഞ്ഞാൽ ഹിന്ദിക്കാരാണ്. കണ്ട ഹിന്ദിക്കാരുടെ ലുക്ക് തോന്നിക്കില്ല. മലയാളി അടിപൊളിയായിട്ട് പറയും. ഇവിടെയാണ് ജനിച്ചത്, വളർന്നത്. പക്ഷെ ഹിന്ദിക്കാരാണ് ഇവര് ശരിക്കും അല്ലേ. എവിടെയാ സ്ഥലം? യു പി.
അച്ഛനെ കണ്ടാ ശരിക്കും പറയട്ടോ ഇത് UP ആണെന്നുള്ളത്. അതൊക്കെ പോട്ടെ, അച്ഛനെ നമുക്ക് പിന്നീട് കാണിക്കാം. ആദ്യം തന്നെ ഇവിടെ എന്താണ് ഈ ലെവലപ്പ് എന്ന് പറഞ്ഞ സംഭവം? എന്താ ലെവലപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുർത്തീസിന്റെ കളക്ഷൻസ് ഉണ്ട്, വെസ്റ്റേന്റെ കളക്ഷൻസ് ഉണ്ട്, ഡെനിം വെയർ കളക്ഷൻസ് ഉണ്ട്. ഈ 3 ഐറ്റംസ് നമ്മുടെ ഉണ്ട്. അങ്ങനെ 3 ഐറ്റംസ് ഒക്കെ ലേഡീസ് വെയർ ഐറ്റംസ്. പേര് ട്രെൻഡിങ് ഉണ്ട്, അതെല്ലാം നമ്മുടെ ഉണ്ട്. പേര് പറഞ്ഞത് മുഹമ്മദ് ആക്കിബ്. മുഹമ്മദ്, ശരി, അടിപൊളി പേര്. ആക്കിബ്. ഈ ആക്കിബ് പറഞ്ഞു ഞാൻ ഈ പൊസിഷൻ ചെയ്തിട്ട് അവസ്ഥയോ. എന്തായാലും ഇവിടുത്തെ ഓണറാണ്. ഇനി ഈ ഓണറിന്റെ വലിയ ഓണറിനെ നമുക്ക് കാണണ്ടേ. നമസ്തേ, कैसे हो? एकदम बढ़िया. तो थोड़ा कलेक्शंस में दिखा दो. हाँ ठीक है. तो തുടങ്ങാം. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട? നമുക്ക് ഇപ്പൊ ഈ കാണുന്നത് മൊത്തം കുർത്തീസ് ആണ് ഇരിക്കുന്നത്. ഇത് ഫുൾ കുർത്തീസാ. ഇത് ഫുൾ കുർത്തീസ്, അതുപോലെ 2 പീസിന്റെ കളക്ഷൻസ് ഒക്കെ ആണ് ഇരിക്കുന്നത്. 3 പീസ് ഉണ്ടോ? 3 പീസ് അപ്ഡേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ 2 പീസും സിംഗിൾ കുർത്തീസിന്റെയും ഇഷ്ടം പോലെ സ്റ്റോക്സ് ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അതോ റേറ്റ് കുറവില്ല, സ്റ്റോക്ക് തീരുന്ന വരും. എന്ന് വെച്ചാൽ റേറ്റ് ഒക്കെ എന്ന് പറയുമ്പോ 135. അത് നമുക്ക് അപ്പുറത്താണ് കളക്ഷൻസ് വരുന്നത്. 135 അപ്പുറത്താണ്. അതെന്തായാലും കാണിക്കാം. എന്തായാലും ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് കണ്ടിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. അപ്പൊ ഓരോന്നോരോന്ന് തുടങ്ങിയാലോ? നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ആദ്യം ഈ ഒരു ജയ്പൂരി സ്റ്റൈലിൽ നിന്ന് പിടിക്കാം. പറഞ്ഞോ, മലയാളം അവർ കേക്കട്ടെ. ഞാൻ അടിപൊളിയായിട്ട് ഇങ്ങനെ മലയാളം പറയുന്നത്. പാനൽ കട്ടില് നെക്ക് പോർഷൻ ഫുൾ ഹാൻഡ് വർക്ക് വരുന്നതിന്റെ പാനൽ ഷെയ്ഡിലാണ്. സൈസ് വരുന്നതിനകത്ത് L to 3XL നമുക്ക് സൈസസ് ഇങ്ങനെ പിടിച്ചോ, നല്ല കറക്റ്റ് വർക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇങ്ങനെയായിരിക്കും വർക്ക് വരുന്നത്. ഇത് ഡിഫറെന്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഡിഫറെന്റ് കളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം കളേഴ്സ് എടുക്കണം എന്ന് നിർബന്ധമാണോ, അല്ലെങ്കിൽ കെട്ടായിട്ട് എടുക്കണോ, സൈസസ് ആയിട്ട് എടുക്കേണ്ടത്? സൈസ് ഒരു കെട്ടിൽ 4 സൈസ് ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോ ഒരു കളറിൽ 4 സൈസ് വരും. മീഡിയം, ലാർജ്, XL, XXL. മീഡിയം ചിലതിലുള്ളൂ. നമുക്ക് കൂടുതൽ L, XL, XXL, 3XL ആ സൈസ് ആണ് കൂടുതൽ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കൂടുതൽ മൂവിങ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ കൂടുതൽ വെച്ചിരിക്കുന്നത്. ഗ്രേറ്റ്. അപ്പൊ ഇത് പക്ക കോട്ടന്റെ ജയ്പൂരി സ്റ്റൈലില് ഹാൻഡ് വർക്കോട് കൂടിയിട്ട് കേട്ടോ. അപ്പൊ ഇത് 2 കളക്ഷനായി. ഇനി ആലിയ കട്ടിൽ വരുന്നുണ്ട് ഷിഫോണിൽ. ഇത് എപ്പോഴും ഫുൾ ടൈം ട്രെൻഡിങ് ആണല്ലോ, കുറെ ആയാലും ഇത് കളിക്കുന്നത്. അതെ, ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 8-9 മാസത്തിന് മുന്നേ തൊട്ട് അതിലും കൂടുതൽ 1 കൊല്ലം ഇങ്ങനെ ആയിട്ടുണ്ടാവും അല്ലെ. പക്ക ജോർജറ്റില് ഷിഫോണില് ഇങ്ങനെ ഡ്രോസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ തന്നെ ആലിയ കട്ടിൽ തന്നെ വർക്കുകൾ ഇങ്ങനെ മാറി കൂടെ കിട്ടും അല്ലെ. ഇതിപ്പോ ജസ്റ്റ് ഒരു പാറ്റേൺസ് ഇങ്ങനെ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. പഫ് സ്ലീവിലാണ് വരുന്നത് ടീനേജുകാർക്ക്. സൈസ് ഉണ്ട്. ഇത് ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക്. സൂപ്പർ. പിന്നെ സ്ലീവിലും വർക്ക് ഉണ്ടാവും. നല്ല റയോൺ ആണ്, ഡിസ്ചാർജ് പ്രിന്റ് ആണ് വരുന്നത്. അതെ, അതും പക്ക ഒറിജിനൽ മിറർ വർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ ഒക്കെ കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം കുർത്തീസ് ആണ്. എല്ലാതും കാണിക്കാൻ പോസിബിൾ അല്ല, എന്നാലും നമ്മള് കുറെ കളക്ഷൻസ് കാണിക്കാം. ഇത് ലഹരിയല്ലേ, റയോണില് അതിൽ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് കേട്ടോ. ഇത് സ്ലീവ് വേണോ? സ്ലീവില് ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണി വരെ ഉണ്ടാവും? ഷോപ്പ് നമ്മുടെ രാവിലെ 9 തൊട്ട് വൈകുന്നേരം 7 വരെ. പിന്നെ സീസൺ സമയത്താണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തിരിക്കുക. അല്ലാത്ത സമയത്താണെങ്കിൽ അല്ലെങ്കിലും ഓപ്പണാ. സീസൺ സമയത്ത് അല്ലെങ്കിലും സൺഡേസ് ഓപ്പൺ. സാധാരണ എറണാകുളം മാർക്കറ്റിൽ സൺഡേ സീസൺ സമയത്ത് മാത്രം ഓപ്പണാ. പക്ഷെ ആദ്യമായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞില്ലേ, സൺഡേ ഓപ്പൺ ആണ്. ഗ്രേറ്റ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞായറാഴ്ച ദിവസങ്ങളെ ചിലർക്കൊക്കെ സൺഡേസ് നമുക്ക് കുറെ ജാപ്പൂരിയുടെ കളക്ഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ സൺഡേസ് നമ്മൾ ഓപ്പൺ ആക്കും. അപ്പൊ ഞായറാഴ്ച വരുമ്പോ പൊട്ടിക്കുമ്പോ ഫ്രഷ് ആയിട്ടുള്ള നല്ല പുതിയ പിന്നെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് സൺഡേസ് വരണ. ചിലവർക്ക് ഈ ഇടദിവസമാണെങ്കിൽ അവർക്ക് അവരുടെ ഷോപ്പ് നോക്കണം, കച്ചവടം നടക്കണ സമയമായിരിക്കും. അപ്പൊ ആ സമയത്ത് വരാൻ പറ്റില്ല. അപ്പൊ അവര് ഞായറാഴ്ച അവിടെ പൂട്ടിയിട്ട് ഇവിടെ കച്ചവടത്തിന് അല്ലെ സാധനം എടുക്കാൻ വരും. ഓക്കെ, അടുത്തത് നോക്കിയാലോ. അടുത്തത് ഇത് വരുന്നുണ്ട്. ഇത് ഒരു എ ലൈനിൽ തന്നെ പാറ്റേൺ വരുന്നുണ്ട്. സെൽഫ് ആയിട്ടുള്ള ഒരു വർക്ക് വരും. സെൽഫ് ഹാൻഡ് വർക്കിലാണ് വരുന്നത്. ഇങ്ങനെ ഇതിൽ തന്നെ ഇനി റാണി കളറിന്റെ നല്ല മൂവിംഗ് പാറ്റേൺ ആണ് ഇതില്. ഈ ഒരു പാറ്റേൺ ഇതൊക്കെ വീനക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ്. പോരാതെ ഇപ്പൊ എന്ന് പറയുമ്പോൾ ഡെയിലി നമുക്ക് ഓഫീസ് വെയറിനൊക്കെ ഇത് കൂടുതൽ നെക്ക് ഡീപ്പ് അല്ലല്ലോ, അതുകൊണ്ട് സിമ്പിൾ ആയി. പിന്നെ ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ കളേഴ്സ് ഇതൊക്കെ നോക്കിയാൽ നല്ല കളേഴ്സാ. ഒരു ഏത് കാണിക്കായാലും അതിലൊരു 4-5 കളേഴ്സ് എന്തായാലും അവൈലബിൾ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടോ, നല്ല ഷെയ്ഡ്സ് ആയിരിക്കും കേട്ടോ എല്ലാതും. ഇതിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. ഇനിയും കളേഴ്സ് ഉണ്ട്. ഇത്ര ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത് കേട്ടോ. ഇനി ഞാൻ ഇട്ടിരിക്കുന്ന മോഡലല്ലേ ഈ കൈ പിടിച്ചിരിക്കുന്നത്? ടോപ്പ് മാത്രമാണ്. ഓക്കെ, ഇതിന്റെ വർക്ക് കുറച്ച് മാറ്റം ഉണ്ട് അല്ലേ. ഇതാകുമ്പോ കുറച്ച് നീളത്തിലാണ്, ഇതാകുമ്പോ കുറച്ച് റൗണ്ടിലാണ്. ഇക്കത്തിന്റെ ഇതിലും സെയിം ആ ഒരു വൈറ്റില് തന്നെ കേട്ടോ. അപ്പൊ വൈറ്റിൽ അതെ, എന്നുവെച്ചാൽ ഈ ബ്ലൂവിന് പകരം ഇങ്ങനെ മാറി ഡിസൈൻസും കളർ വേറെ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ബ്ലാക്കിൽ വേണമെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് ഇവിടെ. ബ്ലൂ, പിങ്ക്, സ്കിൻ ഷെയ്ഡ്സ് എല്ലാം കിട്ടും.
ഷെയ്ഡ്സുകൾ എന്നിട്ട് ഒരെണ്ണം കാണിക്കുന്നതിന് തന്നെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. അപ്പൊ അല്ല ഇപ്പൊ ഇത് നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് വീഡിയോ കോൾ ഓപ്ഷൻ ഉണ്ടോ? വീഡിയോ കോൾ ഓപ്ഷൻസ് ഉണ്ട്, വാട്സാപ്പിൽ അപ്ഡേഷൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലൊന്ന് കയറിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അപ്ഡേറ്റ് അപ്പൊ തന്നെ വന്നോണ്ടിരിക്കും. ഇത് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇത് കഴിഞ്ഞ ഒരാഴ്ച വേണ്ട, 2 സംതിങ് കളക്ഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്തേക്ക് കിടന്നാലോ? ഇത് നമ്മുടെ സ്ലീവ്ലെസ് ഇപ്പൊ നല്ല മൂവ്മെന്റ്. സ്ലീവ്ലെസ് ഇപ്പൊ എവിടെ നോക്കിയാലും സ്ലീവ്ലെസ് ഫുൾ സ്ലീവ്ലെസ് വരും. പ്രിന്റുകൾ ഇഷ്ടംപോലെ പ്രിന്റുകൾ ഉണ്ട് ഇതിനകത്ത്. ഇതുണ്ടാ അതില് പല പല വിത്ത് ലൈനിങ് വിത്ത് ലൈനിങ്ങോട് കൂടി. ഓക്കെ, ഇതിലെടുക്കുമ്പോ തന്നെ നമുക്ക് കെട്ട് 4 പീസ് അങ്ങനെ തന്നെ 4 സൈസാണ് എടുക്കേണ്ടത്. ലൈനിങ്ങിന്റെ മെറ്റീരിയൽ ലൈനിങ് വരുന്നുണ്ട് ഇഷ്ടംപോലെ അതിനകത്ത് പ്രിന്റുകൾ. അതും സെയിം ആ ഒരു ഇതിൽ തന്നെ. അതില് നെക്കുകളും പ്രിന്റുകളും മാറും. അത് കോട്ടന്റെ ആയിരിക്കും. എന്ന് വെച്ചാൽ വി നെക്ക് ഉണ്ടാവും, സ്ക്വയർ ഉണ്ടാവും, റൗണ്ട് ഉണ്ടാവും. പ്രിന്റുകൾ ഇങ്ങനെ വേറെ മോഡൽസ് ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. പ്രിന്റുകൾ ഡിഫറെന്റ് മോഡൽസ് ഒക്കെ കോട്ടന്റെ മെറ്റീരിയൽ അല്ലേ. യെസ്. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളി ഒരു സംഭവമാണല്ലോ. ഫ്രോക്ക് ടൈപ്പ് ടീനേജിന്. ഇത് എനിക്ക് തോന്നുന്നു പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേ. അത് വേറെ മോഡലാണ്. അത് വേറെ മോഡൽ. ഇതിന്റെ തന്നെ വേറെ മോഡൽ. അപ്പൊ എത്ര മോഡൽ ഉണ്ട്? ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഹക്കോബയിൽ വരുന്നത്. ഇതിൽ കളർ ചേഞ്ച് ഉണ്ട്. ഇതിന്റെ വേറെ പുറത്ത് കണ്ട പാറ്റേൺ ആണ് ഇത്. ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഇത് ഫ്രിൽ വരുന്ന ടൈപ്പാ. അത് രണ്ടും നമുക്ക് കാണുമ്പോ ഏകദേശം സെയിം പോലെ ഫീൽ ചെയ്യും. പക്ഷെ സെയിം അല്ല, രണ്ടിനും മാറ്റമുണ്ട്. ഇത് ഫ്രിൽ ഇടാത്ത മടിയുള്ളവർക്ക് സൈഡ് സ്ലിറ്റ് ഉണ്ട് അതിനകത്ത്. സെയിം മെറ്റീരിയൽ ഹക്കോബയിൽ തന്നെ. ഇതാ പോരെ. വേണ്ട എ ലൈൻ വേണോ? എ ലൈൻ ഉണ്ടാവും ഇതിന്റെ അടുത്ത്. ഒന്നിനും ഒരു കുറവില്ലാന്ന്. കളക്ഷൻസ് കൊണ്ട് കളക്ഷൻസ് ആണ്. അതിന്റെ എ ലൈൻ ഉണ്ട്. എ ലൈൻ അതില് ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഇത് ആക്ച്വലി നമുക്ക് വെറുതെ ഒരു നോർമൽ ഡ്രസ് ആയിട്ട് ഇട്ടാൽ മതി. ഇതിന്റെ അടിയിൽ ലെഗിൻസ് ഒന്നും ഇടണ്ട. സിമ്പിൾ ഒരു ഫ്രോക്ക് ആയിട്ട് സൂപ്പർ. ലെങ്ത്തും ഇതൊക്കെ കറക്റ്റ് പക്കയാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡ് വരികയാണെങ്കിൽ എന്താ വെച്ചാൽ 1 or 2 പീസ് അല്ല, സെയിം ഇതില് തന്നെ ഇത്ര അധികം സ്റ്റോക്സ് അവൈലബിൾ ആണ്. ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണെന്നുള്ള തെളിവാണ് ഞാൻ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ 500, 1000 എത്ര പീസ് വേണമെങ്കിൽ ഒരു സെയിം മോഡലിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നോക്കിയാൽ സെയിം മോഡലിൽ തന്നെ ഡിഫറെന്റ്. ഇത് അല്ലേ നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിംഗ് ആണ്. എവിടെയാണ് മാനുഫാക്ചർ ചെയ്യണത്? മൂന്നാല് യൂണിറ്റ് ഉണ്ട്. പോരെ. അപ്പൊ ഡെയിലി പ്രൊഡക്ഷൻ നടക്കണോ? അത് ഇവിടെ കൊണ്ടുവയ്ക്കണോ? അത് നിങ്ങൾ കൊണ്ടുപോകണം. പിന്നെ അടുത്തത് വരിക്കണോ? ഇനി അടുത്ത കളക്ഷൻ കാണിച്ചോളാം. അടുത്ത സ്മോക്കിംഗ്. ഇത് ഇപ്പൊ റെഗുലർ നല്ല മൂവ്മെന്റ് ആയിട്ട്. ഇത് പിള്ളേർക്കൊക്കെ കൂടുതൽ ഇഷ്ടമല്ല ഇങ്ങനത്തെ. കറക്റ്റ് വലിയൊരു ഇടും. അപ്പൊ 2 ഇട്ട് നോക്കണല്ലോ. ഇതിന്റെ കളർ ഷെയ്ഡ് ഉണ്ട്. ഇതിൽ പ്രിന്റുകൾ കുറെ അവൈലബിൾ. അതെ ഇത് ഫുൾ ഇതിന്റെ പ്രിന്റുകൾ വരും. പ്രിന്റ് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെഗുലർ പാറ്റേൺ ആണ് നമ്മുടെ മോഡൽ സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഫുൾ പിടിക്കുകയാണെങ്കിൽ അതിന്റെ കളേഴ്സും മോഡൽസും മെറ്റീരിയൽ ബേസ് സെയിം ആയിരിക്കും. ഇപ്പൊ ഇതൊക്കെ ലൈറ്റ് ആണെങ്കിൽ ഇത് ഡാർക്കിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഡാർക്കിൽ വരുന്നതാണ് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസ്. അപ്പൊ ടീനേജ് സ്മോക്കിംഗ് വേണ്ടാത്തവർക്ക് അതും ഉണ്ട്. ചിലർക്ക് ഈ ഷേപ്പ് ഇത്തിരി സ്മോക്കിംഗ് പിടിക്കൂല. അപ്പൊ സ്മോക്കിംഗ് ഇല്ലാത്ത മോഡല് ജോർജറ്റില് അടിപൊളി. പ്രിന്റുകൾ കുറെ ഉണ്ട്. മെറ്റീരിയൽ നല്ലതാട്ടോ. നല്ല മെറ്റീരിയൽ വിത്ത് ലൈനിങ് എല്ലാതും. ഓക്കെ, പിന്നെ വരുന്ന മോഡൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് അവിടേക്ക് പോകാം. അവിടെ കുറച്ച് ഉണ്ട് നമുക്ക് കാണിക്കാൻ. ഓക്കെ, ഇതൊക്കെ നല്ല മോഡലാണല്ലോ ഈ കാണുന്നത്. ഇതിന്റെ ഷെയ്ഡുകളുണ്ട്. എ ലൈനിൽ ഗ്ലാസ് വർക്ക് വരുന്ന പാറ്റേൺ ആണ്. ഇതിലൊക്കെ സെൽഫ് ഡിസൈൻ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, സെൽഫായിട്ട് എംബോസ് പോലത്തെ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇതൊരു വേറെ മോഡൽ. ഇതിലും ചെറുതായിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കാണ്. ചെറുതല്ല, അത്യാവശ്യം ഫുള്ള് ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഇത് ഫുൾ വീവിംഗ് ആണ്. വീവിംഗ് ആണ്, പ്രിന്റ് അല്ല. അതും കൂടി എടുത്ത് പറയണല്ലോ. ഇത് ഓർഗൻസ അല്ലേ? ഓർഗൻസയിൽ ത്രെഡ് എംബ്രോയിഡറി സെൽഫില് എ ലൈൻ ഉണ്ട്, സൈഡ് സ്ലിറ്റ് ഉണ്ട്. 2 പാറ്റേണും അവൈലബിൾ. ഓക്കെ, റേറ്റ് ഒക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിളിച്ചാൽ മതി. ഒന്ന് വിളിച്ചാൽ മതി. എവിടേക്ക്? ലെവലപ്പിലേക്ക്. യെസ്, അറിയാലോ ജ്വല്ലറിക്ക്. ഇതൊക്കെ എത്ര നാളായി ഇതിട്ട് കളിക്കണമെന്നറിയോ? സിമ്പിൾ ജോർജറ്റിൽ അടിച്ചിട്ടില്ല, ടെക്സ്ചർ ഡിസൈനിലാണ് അടിച്ചേക്കണം. ഓക്കെ, നോർമലി എല്ലായിടത്തും സിമ്പിൾ ജോർജറ്റ് അടിച്ചേക്കണം. ഇത് ജോർജറ്റ് അല്ല, ഇത് വേറെ ഫാബ്രിക്കില് ഇതുപോലെ യോക്കിൽ ഇങ്ങനെ വർക്ക് എന്ന് വെച്ചാൽ ജ്വല്ലറിനൊക്കെ. ഇതിന്റെ തന്നെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാ കളേഴ്സ് ഉണ്ട് ഇതിനകത്ത്. 2 മെറ്റീരിയൽ ഉണ്ട്, 16 കളേഴ്സ് ഉണ്ടാവും ഈ മെറ്റീരിയൽ. 2 മെറ്റീരിയലിന് ഉദ്ദേശിക്കുമ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ വരുന്നത്? ജോർജറ്റ് തന്നെ ടെക്സ്റ്റൈഡ് വരുന്നത്. ഡിസൈൻസ് ഇത്തിരി വ്യത്യാസം വരുന്നത് കേട്ടോ. ഇതിന്റെ ഈ ഒരു വർക്കിന് ഇത്തിരി വ്യത്യാസം വരുന്നത്. ഓക്കെ, ജ്വല്ലറിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ സൈഡ് സ്ലിറ്റ് നോക്കി, ഇതൊക്കെ റംഗോളിയില്
റംഗോളിയില് യോക്കിൽ വർക്ക് സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. പിന്നെ കാണാനും ഭംഗിയല്ലേ, ഇട്ടാ ഞങ്ങൾ ഒന്നുകൂടി ഭംഗിയാവുന്നു അല്ലേ, പോരെ പ്രായം കുറയും. ഡെവലപ്പിന്റെ കുർത്തീസ് ഇട്ടപ്പോ പ്രായം കുറയും. ഇത് കണ്ടോ നല്ല അടിപൊളി കളർ ചന്തേരിയില്. അപ്പൊ ഒരു ഇതെല്ലാം മെറ്റീരിയൽ ഉണ്ട് അല്ലേ, ഇതൊക്കെയാ മസ്ലിനില്. ഇപ്പൊ എത്ര മെറ്റീരിയൽസ് ആയി നമ്മൾ കാണിക്കുന്നു, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലേ. ചിലപ്പോ ഈ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്റ്റോക്ക് ചിലപ്പോൾ കഴിയും. അതെ, എന്നാലും ഇഷ്ടം പോലെ ഉണ്ട്. റേറ്റിനും ഭയങ്കര റീസണബിൾ റേറ്റ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ കച്ചവടക്കാർക്ക് നന്നായിട്ട് മാർജിൻ ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തില്. ഇത് ചൈനീസ് കോളറിൽ അങ്ങനെ ഒരു എംബ്രോയിഡറി എന്ന് വെച്ചാൽ പാച്ച് വർക്ക് സെപ്പറേറ്റ് ആയിട്ടില്ല, അതിൽ തന്നെ പാച്ച് വർക്ക് പോലെ ചെയ്തിരിക്കണതാ. ഒറിജിനൽ മിറർ വർക്ക്. ഇനി ഞാൻ ഇട്ടിരിക്കുന്ന എന്റെ കളർ ചേഞ്ച് കാണുന്നുണ്ട്. കളർ ചേഞ്ച് എന്ന് പറയുമ്പോ ഒരു ഗ്രീൻ ഉണ്ട്, മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്, മെറൂൺ, ഗ്രീൻ, ബ്ലൂ, പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇതില് ഈ പ്രിന്റിന്റെ കളർ ഇങ്ങനെ മാറും, അതിനനുസരിച്ചിട്ട് പാന്റിന്റെ കളർ മാറും, വർക്കിന്റെ കളറും മാറും. ഇപ്പൊ ഇത് കണ്ട പാന്റിന്റെ കളർ, അതേപോലെ തന്നെ ഇത് മഞ്ഞ, അതുപോലെ ഗ്രീൻ, അങ്ങനെ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ്. സൂപ്പർ കളക്ഷൻ അല്ല, പിന്നെ കണ്ടോ ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത്. ഇട്ട ഭയങ്കര കംഫർട്ടബിൾ, പക്ക കോട്ടന്റെ മെറ്റീരിയൽ. പിന്നെ വൈറ്റ് ഇഷ്ടപ്പെടാത്തവരാരും, വൈറ്റ് ബ്ലാക്ക് ഇത് വിട്ടിട്ടുള്ള കളികളോ അല്ലേ. ഇനി അടുത്തത് അവിടത്തെ കാണിക്കാൻ മുതലാളി. ഹാൻഡ് വർക്ക് ഉണ്ട്, ബ്ലൂ കളർ ഹാൻഡ് വർക്കിന്റെ ഇതാണോ പറയണേ? ഇത് കാണിക്കാനാ പറയണ മുതലാളി. അതുണ്ട്. ഇത് ഒരു കോട്ടണിൽ തന്നെ, ഇതിലും യോക്കിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് എന്ന് വെച്ചാൽ വർക്ക് ഉള്ളതും ഉണ്ട്, വർക്ക് ഇല്ലാത്തതുണ്ട്. രണ്ട് വർക്ക് ഇല്ലാത്തത് ഹാൻഡ്ലൂം കോട്ടണിൽ ഇതൊക്കെ ഒരിക്കലും ഡെഡ് ആവാത്ത ആർക്കും ഉണ്ടായാലും എപ്പോഴും പോവും ഐറ്റം. 365 അതെ 365 ഡേയ്സ് മൂവ് ആവുന്ന ഒരു ഐറ്റം ആണ് ഹാൻഡ്ലൂം കോട്ടൺ. കുറെ പ്രിന്റുകൾ ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും, ബ്ലാക്ക് ഉണ്ടാവും. ബ്ലാക്കിൽ തന്നെ കുറെ പ്രിന്റുകൾ ഉണ്ടാവും. ഈ വൈറ്റിന്റെ ഒന്ന് ഇതൊന്നും എടുത്ത് ഇത് രണ്ട് പ്രിന്റ് നല്ല രസമുണ്ട്. കോട്ടന്റെ വൈറ്റിൽ തന്നെ കേട്ടോ. ഇതാകുമ്പോ അവിടെ ഇവിടെ ആയിട്ടല്ല പ്രിന്റ്, ഇതാകുമ്പോ ഓവറോൾ നമുക്ക് പ്രിന്റ് അല്ല, ആക്ച്വലി ഇത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ. പ്രിന്റ് അല്ല, വീവിംഗ് ആണ്. ഇതിൽ കുറെ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ളത് ഞങ്ങളിങ്ങനെ പ്രൊഡക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ എത്തിക്കും. എന്നാ പിടിച്ചോ അല്ലേ. പിന്നെ അടുത്ത വെറൈറ്റി അജരക്കിൽ തന്നെ പ്ലെയിൻ വരുന്നത്. ഇതൊക്കെ കുമ്പാരായിട്ട് കിടക്കുന്നതൊക്കെ കളക്ഷൻസ് ആണ്. അതെ, ഇത് വേണോ ഏത് വേണമെങ്കിലും, പ്ലെയിൻ വേണോ വർക്കുള്ള വേണോ അത് നിങ്ങളുടെ ചോയ്സ്. എല്ലാം ഉണ്ട്. ഇനി എത്ര രൂപയ്ക്ക് എടുക്കണം എന്താണെന്നല്ലോ ഒക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കാം. നമ്മൾ കളക്ഷൻസ് കാണിച്ചോണ്ട് ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇത് നല്ലൊരു പീസായിരുന്നു കേട്ടോ. അത് നോക്കാം, ഇത് നല്ല അടിപൊളി ഒരു പീസാ കണ്ടോ. നല്ല ഫുൾ ഇങ്ങനെ യോക്കിന്റെ മുകളിലേക്കായിട്ട് ഹാൻഡ് വർക്ക് രണ്ടും കൂടിയിട്ടായിട്ട് വരുന്നത്. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈൻ ഉണ്ട്, അങ്ങനെ കളേഴ്സ്. ഇത് റിപ്പീറ്റഡ് പാറ്റേൺ ആണ്, സിമ്പിൾ ആണ്, ഓഫീസ് വെയർ ഇടാം. അതും ഹാൻഡ് വർക്ക് പക്ക കോട്ടണില്, അതില് പ്രിന്റോട് കൂടിയിട്ടാണ് കേട്ടോ. നല്ല കളർ കേട്ടോ, അങ്ങനെ വൈറ്റ് ഒന്നും പറയാനില്ല. സ്റ്റാൻഡേർഡ് ലുക്ക് എന്ന് പറയില്ല, ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ട്. ഇത്രയും കളേഴ്സ് ഇനിയും ഉണ്ട് കേട്ടോ. കളേഴ്സ് രണ്ട് കൈയുള്ളൂ, കയ്യില് എന്തോരം വെച്ചിട്ടാ പിടിക്കുക നമ്മള്. ഇതും എ ലൈൻ തന്നെ, ക്യാപ്സൂൾ പ്രിന്റ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ പ്രിന്റ്, ഒരു ചെരിഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കണം അല്ലേ, എ ലൈനില്. പിന്നെ നെക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്, ഇങ്ങനെയായിരിക്കും. ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിന്റെ. ഓക്കെ, പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇപ്പൊ ഓൾറെഡി കുറച്ച് കളക്ഷൻസ് ഞാൻ ഡിസ്പ്ലേയിൽ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കാണിച്ചു. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടല്ലോ. ഇതാ ഇതൊരു റിങ്കിൾ ടൈപ്പ് മെറ്റീരിയൽ അല്ലേ? അല്ല, ഇത് ജോർജറ്റിൽ തന്നെ ടെക്സ്റ്റൈൽഡ് ആണ്, മെറ്റീരിയൽ ഹെവിയാണ്. ജോർജറ്റ് ആണോ? പക്ഷെ ജോർജറ്റിന് ഒരു ഫീലിംഗ് പീസാണ്. പിന്നെ അത് മാത്രമല്ല, അതിന്റെ അകത്ത് ഞങ്ങൾ ലൈനിങ് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും ലൈനിങ് ഉണ്ടല്ലേ, വിത്ത് ലൈനിങ്ങോട്. അപ്പൊ ഇത് ജോർജറ്റ് ആണെന്നാ പറയുന്നത്. മെറ്റീരിയൽ ഒന്നുകൂടി ഒന്ന് സൂം ചെയ്യാൻ, നമുക്ക് ഒരു ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ജോർജറ്റില്. അതിൽ യോക്കിൽ ഇങ്ങനെ, അതെ
യോക്കിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ ഏത് കളേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒക്കെ ഇത് വേറെ മോഡൽ, അതല്ല വേറെ സെയിമിലല്ല വേറെ കളറാണ് വരുന്നത്. അതെ, ഇതിട്ടപ്പോ ഇതായിരുന്നു ഭംഗി, അതിട്ടപ്പോ അതായിരുന്നു ഭംഗി. എല്ലാത്തിനും അതിന്റേതായ ലുക്ക് ഉണ്ട്, എല്ലാ കളറിനും അതിന്റേതായ ഭംഗിയുണ്ട്. നമുക്കിപ്പോ നമ്മുടേതായിട്ടുള്ള ഒരു ലുക്കില്ല, അതേപോലെ ഓരോ ഡ്രസ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത എല്ലാ ഡ്രസ്സിനും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് വെറൈറ്റീസ്. ഇനി വെസ്റ്റേൺ വെറൈ മുകളിൽ എന്തായിരിക്കണേ? മുകളിൽ നമ്മുടെ കുറച്ച് കുർത്തീസ്, റയോണിന്റെ കുർത്തീസ് ഉണ്ട്, പിന്നെ ഹാൻഡ് വർക്ക് കുർത്തീസ്. അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ? ഇവിടെ ഇല്ല, അത് മേളിൽ. അത് മുകളിൽ മാത്രം. അപ്പൊ മുകളിലും കാണണം, അതുപോലെ വെസ്റ്റേൺ വെറുതെ കുറച്ച് കളക്ഷൻസ്. ഈ ബ്ലാക്ക് എന്തായാലും എടുക്കാം, നല്ല രസല്ലേ? ഇത് ഭയങ്കര റീസണബിൾ റേറ്റ് ആണ് ഈ ഐറ്റം. കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ പാടില്ല. റേറ്റ് അറിയാവുന്നവര് എന്റെ നമ്പറിൽ വിളിക്കാം. അതെ, സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്പറിലേക്ക് വിളിക്കുക. ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വരാം, അധികം ദൂരമൊന്നുമില്ല. ലൊക്കേഷൻ ഒന്നുകൂടി പറയാം, നമുക്ക് എറണാകുളം മാർക്കറ്റ് അല്ലെങ്കിൽ എറണാകുളം ടെക്സ്റ്റൈൽ മാർക്കറ്റ് പറയുമ്പോൾ ഇനി ആരും അറിയാത്തവരില്ല അല്ലേ. എറണാകുളം മാർക്കറ്റിൽ നിന്ന് നമുക്ക് ബസ് വഴിക്ക് വരാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ വഴിക്ക് വരാണെങ്കിൽ നടക്കാനുള്ള മാർക്കറ്റ്. അതെ, എങ്ങനെ വേണമെങ്കിലും വരാം. 60 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്താൽ മതി, അതിന് മേലെ ചോദിച്ചാൽ കൊടുക്കണ്ട, അത്രയ്ക്കുള്ള റേറ്റ്. അതെ, പറ്റിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാട്ടോ. ഫോർമൽ ടൈപ്പിൽ ഇത് ഹാൻഡ് വർക്ക്. ഇനി ഹാൻഡ് വർക്ക് ഇല്ലാത്തത് മെറ്റീരിയൽ നോക്കാം, നല്ല മെറ്റീരിയലാണ്, സൂപ്പർ മെറ്റീരിയൽ ആണല്ലോ. അതിന്റെ കളർ ചാർട്ടും നല്ലതാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. അതുപോലെ ഇത് ഇട്ട് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ലുക്ക്. ഓഫീസ് വരുന്ന അടിപൊളി. ഇതിന്റെ കളേഴ്സ് കണ്ട നമുക്ക്, ഇതിന്റെ കളേഴ്സ് ഇതാണ്. ഇതിന്റെ കളേഴ്സ് ഇത്ര 4 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. 4 അടിപൊളി ഷെയ്ഡുകളാണ്, ഓരോന്നിനും ഓരോ ഡിസൈൻസ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതൊരെണ്ണം നോക്കാം നമുക്ക്. ഡെസ്കിൽ റീസണബിൾ റേറ്റ് ആണ്, റേറ്റ് ഭയങ്കര ചീപ്പാണ്. പക്ഷെ ഒരെണ്ണായിട്ട് കിട്ടില്ല കേട്ടോ, റീറ്റെയിൽ കാര്യം വിളിക്കരുത്. ഓൺലി ഹോൾസെയിൽ കെട്ടായിട്ട് തന്നെ എടുക്കണം. അതിൽ ലാർജ് എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ, അങ്ങനെ 4 കെട്ടാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ കാണുമ്പോഴേ റീസണബിൾ പറയുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടുണ്ടാവും. ദൈവമേ ഒരെണ്ണായിട്ട് ചോദിച്ചു നോക്കിയാലോ, അങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഹോൾസെയിലാണ് കണ്ടോ, രസമുണ്ട് കേട്ടോ. എന്തായാലും ഇതിന്റെ കളേഴ്സ് കേട്ടോ ഈ കാണുന്നത്. ഇതുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഇതും അതിന്റെ കളർ തന്നെയാ വരുന്നത്. അതും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് കണ്ടോ, ഡെയിലി വരുന്നത് ഇങ്ങനെ. കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ വേറൊരു ഐറ്റം ഉണ്ട്, അത് ഇതിന്റെ പ്രിന്റുകൾ ഞാൻ പഠിപ്പിക്കാം. പ്രിന്റുകൾ ഹിറ്റ് ഐറ്റം ആണ്. ഓ, നിങ്ങളുടെ ഹോട്ട് സെല്ലിംഗ് ഐറ്റം. യെസ്, ഡെഡ് ഐഡിൽ ഇതൊരു ഇതൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും മൂവിങ് ആണ്. ഒരു കാലത്ത് ഇങ്ങനെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട്, ഒരു കാലത്ത് ഇങ്ങനെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും ഇതിന്റെ അല്ലേ. ആ, ഇനി ഇത് അച്ഛനെടുത്ത് കാണിച്ചു തരുന്നുണ്ട്. എന്നാ പിടിച്ചോ. ഇഷ്ടംപോലെ ഹാൻഡ് വർക്കിലൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, കാണാണ്ട് പോയാ മോശമല്ലേ. ഇതൊക്കെ ഹാൻഡ് വർക്കിൽ തന്നെ, നെക്കില് വർക്ക്. അതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ഇഷ്ടം പോലെ കളേഴ്സ്. ആഹാ, എ ലൈനില് ജോർജറ്റ് അവൈലബിൾ ആണ്. പ്ലസ് സൈസ് ഉണ്ടോ? പ്ലസ് സൈസ് ഉണ്ട്. നോർമൽ കുർത്തീസ് എല്ലാം നമുക്ക് പ്ലസ് സൈസസ് അവൈലബിൾ ആണ്. പിന്നെ ഈ മോളിലിരിക്കുന്ന സംഭവം എന്താ? നമ്മുടെ ആംഗിൾ ലെഗിൻസ്, പാന്റിന്റെ സെക്ഷൻ ഒക്കെ എവിടെയാ? പുറത്തൊക്കെ കണ്ടായിരുന്നല്ലോ, അപ്പുറത്താണല്ലോ. ഇവിടുത്തെ കുർത്തി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാം. പിന്നെ ഒരു റേറ്റ് കുറവിന്റെ സംഭവം നമുക്ക് പറഞ്ഞില്ലേ അതിന്റെ. ഇത് ഹാൻഡ് വർക്കിൽ തന്നെയാണ് കേട്ടോ. ഇതാ പറഞ്ഞ റേറ്റ് അതെ. ചിലതില് സ്ലീവില് ലൈനിങ് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ. അപ്പൊ ഇനി നമുക്ക് ഒന്ന് അപ്പുറത്ത് പോയി നോക്കിയാലോ. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു റേറ്റ് കുറഞ്ഞ സംഭവം പറഞ്ഞില്ല, അതൊന്ന് നമുക്ക് കാണിച്ചാൽ. ഇതാണ് ഞാൻ പറഞ്ഞില്ല അക്കോബയുടെ. ഓ, പല പ്രിന്റ്സ് വരുന്നത്. ഇവിടെ ഇട്ടോ, എത്ര ഡെയിലി വരണുള്ള ഇഷ്ടം പോലെ കേട്ടോ. എന്നുവെച്ചാൽ ഇതൊന്നും ഡെഡ് സ്റ്റോക്ക് ആവില്ല, പെട്ടെന്ന് മൂവിങ് ആയിട്ട് പോകുന്ന ഐറ്റംസ്. ഓഫറിൽ ഇടാൻ പറ്റിയ ഐറ്റംസ് ആണ് കണ്ടോ. സ്ട്രേറ്റ് കുർത്തിയില്ല, എന്ന് വെച്ചാൽ ഓഫറിലൊക്കെ ഇടാൻ പറ്റിയ ലൈനിങ് ആണ് ഇതിനകത്ത് വരുന്നത്. വിത്ത് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത്. ആ സോഫ്റ്റ്നെസ്സും കിട്ടും മെറ്റീരിയൽ ഇടുമ്പോൾ. പിന്നെ എപ്പോഴും മൂവിങ് ആയിരിക്കും. അങ്ങനെ ഇപ്പൊ ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ സംഭവം വരില്ല. പിന്നെ ഓഫറിൽ നമുക്ക് ഒരു 1000 3 ഒക്കെ പറഞ്ഞിട്ട് ഇടാം അല്ലേ. റേറ്റ് കുറവല്ലേ? റേറ്റ് കുറവാ. ബാക്കി ഒന്നും പറയാനില്ലാന്ന് ഞാൻ പറയണ്ടല്ലോ. ബാട്ടിക്കില് ഇത് ഞാൻ പറയണ്ട, പ്രത്യേകിച്ച് ഞാൻ ഇതിന്റെ ഒന്നും പറയണ്ട. എപ്പോഴും കളർ ചാർട്ട് നോക്കി ഇതിന്റെ സൂപ്പർ കളർ. ഇതൊക്കെ എന്ന് പറയുമ്പോ എപ്പോഴും മൂവിങ് ആയിട്ടുള്ള നല്ല നല്ല കളർ ഷെയ്ഡ്സാ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല പ്രിന്റ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടംപോലെ. ഇത് സൈസ് വരുന്നത് M2XL. അതെ, ഇതിൽ ഈ കളർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, സിമ്പിൾ ആണ്,
സിമ്പിൾ പാറ്റേൺ, ഒന്നും നമ്മ ഓവറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല, ഒരു സംഭവം ഒന്നും വെച്ചിട്ടില്ല, വെറും സിമ്പിൾ നെക്ക്. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ, അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറയാൻ അങ്ങനെ ചെയ്ത് തരും. അത് ബൾക്ക് ഓർഡർ ആണെങ്കിൽ നമ്മൾ ചെയ്തു തരും. അത് എത്ര പീസ് എടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ നെയിം ടാഗ് വെക്കാനായിട്ട് ടാഗ് അവർ തന്നെ തന്നാൽ നമ്മൾ വെച്ച് തരും. അപ്പൊ അതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി. എന്തായാലും നിങ്ങളുടെ പേരിലുള്ളത് നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റുന്ന പറഞ്ഞുതരാം. ഇനി നമുക്ക് ആ ഒരു റീസണബിളിലേക്ക് ഒന്ന് പോയാലോ? ഓക്കെ, അപ്പുറത്തേക്ക് പോകട്ടെ. അത് അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ വെസ്റ്റേൺ സെക്ഷൻ. വെസ്റ്റേൺ ടീനേജുകാർക്കും വലിയവർക്കും എല്ലാവർക്കും പറ്റിയിട്ടുള്ള സെക്ഷനാണ്. എല്ലാവരും അങ്ങോട്ട് വെസ്റ്റേൺ ഇട്ടിട്ട് അങ്ങോട്ട് ആർമാദിക്കട്ടെ. ഈ സൈഡ് മൊത്തം ഫുൾ ഡെനിമ, പല കളേഴ്സിൽ അവൈലബിൾ അല്ലേ? ജീൻസ് ആണ്, പല പാറ്റേൺസ് ഉണ്ട്, ജോഗർ ഉണ്ട്, ബാഗി ഉണ്ട്, ഔട്ട്ഫിറ്റ് ഉണ്ട്, അങ്ങനെ അതിനകത്തുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ വെസ്റ്റേൺ ടോപ്സും ക്രോപ്പ് ടോപ്സിന്റെ സെക്ഷനാ ഫുൾ കാണുന്നത്. പിന്നെ കൊറിയനും ഉണ്ടെന്ന് തോന്നുന്നു. കൊറിയനും ഉണ്ട്. കൊറിയന്റെ സെക്ഷൻ വേറെയാണ്, കൊറിയന്റെ സെക്ഷനും ഉണ്ട്. കൊറിയൻ ആ കോർണറിൽ ഫുൾ കോർണർ. ഇവിടെ ഈ കോർണർ മൊത്തം എന്താ? അല്ലല്ല, ഈ കോർണറിൽ ഫുൾ കൊറിയൻ. ആ സൈഡിലല്ലേ? ഓക്കെ, അത് കോർണറിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവച്ചോ. ഞങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചതാ. നിങ്ങൾ എവിടെയെങ്കിലും കോർണറിലോ സൈഡിലോ എവിടെയെങ്കിലും വെച്ചോ. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ 135 ഐറ്റം ഇല്ലേ? ആഹാ, 135ന്റെ കുർത്തി. കളർ ഗ്യാരണ്ടി ആണ്, ശ്രിങ്കേജ് ആവൂല, ഫുൾ ഗ്യാരണ്ടി. കളർ പോയാൽ റിട്ടേൺ, പൈസ തിരിച്ചു തരും. എന്താണ് കാര്യമായിട്ട് അത്രയ്ക്കും ഗ്യാരണ്ടി? എന്താ പറയുന്നത്, ലെവലപ്പുകാരാണ് ഗ്യാരണ്ടി പറയണത്, ഞാൻ പോലും അല്ല പറയുന്നത്. അപ്പൊ അത്രയ്ക്കും ഉറപ്പോട് കൂടി നമുക്ക് മേടിക്കാവുന്നതാണ്. എക്സ്പോർട്ട് സർപ്ലസിന്റെ മെറ്റീരിയൽ ഇത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള റയോണാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നല്ല മാർജിൻ ഇട്ട് വിൽക്കാല്ലേ? അപ്പൊ ഇതൊക്കെ സെയിം റേഞ്ചാ? ഇതിന്റെ മിക്സ് പ്രിന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, എല്ലാ ഡിഫറെന്റ് പ്രിന്റ്സ് ആണ് വരുന്നത്. ഇതൊക്കെ അതിന്റെ വെറൈറ്റി പ്രിന്റ്സ്, ഡിഫറെന്റ് പ്രിന്റ്സ് ആണ് വരുന്നത്. ഒക്കെ 135. ഇത്രേ ഉള്ളൂ, ഒക്കെ 135. അടിപൊളി. ഇനി സൈസസ് ഇപ്പൊ 135 എന്ന് പറയുമ്പോൾ ഇതിന്റെ സൈസസ് ഒക്കെ സൈസ് ആണ് വരുന്നത്. ഇതിനകത്ത് എക്സൽ ഉണ്ടാവും, ഡബിൾ എക്സൽ ഉണ്ടാവും, ലാർജ് ഉണ്ടാവും, മീഡിയം ഉണ്ടാവും. മിക്സ് സൈസ്. നമ്മൾ ഇത് കട്ട് പീസ് അനുസരിച്ചാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് സൈസ് നമുക്ക് ഇഷ്ടമുള്ള മറ്റേമാതിരി അങ്ങനെ ലാർജ് എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ അങ്ങനെയൊന്നും വരില്ല. അപ്പൊ അത് അവർക്ക് അറിയാം. കട്ട് പീസ് വരുമ്പോൾ അത് നമുക്ക് എങ്ങനെ എടുക്കേണ്ട രീതി എന്നൊക്കെ അറിയാം. ഇനി നമുക്ക് കുറച്ച് വെസ്റ്റേൺസ് കാണിച്ചു. ഇത് ഹോട്ട് സെല്ലിംഗ് ആണ് ഇപ്പൊ. ഇത് ഞാൻ പുറത്ത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചതാട്ടോ. ഞാനിത് പറയണ്ട, കളർ ചാർട്ട് കാണിച്ചറിയാം. അപ്പൊ ഇതിന്റെ അടിയിൽ നല്ല പാവാടയൊക്കെ ഇടാനായിട്ടുണ്ടാവും. ബാഗ് ഇട്ട് അടിപൊളിയായിരിക്കും. ബാഗ് ഇടാം, വൈഡ് ലെഗ് ഇടാം, ഔട്ട്ഫിറ്റ് ഇടാം. ഇതൊക്കെ അതിന്റെ കളർ ഷെയ്ഡ് ഉണ്ടാവും. ഇഷ്ടം കളർ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്, ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. എല്ലാം സ്ലീവ്ലെസ്സില് ഹോട്ട് സെല്ലിംഗ് ആയിട്ടോ. എന്താ രസമല്ലേ? ആലിയ കട്ട് മോഡൽ. അത് ഫുൾ ഇതിനെ പറ്റിയിട്ടുള്ള പാൻസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതും എടുക്കുമ്പോൾ നമുക്ക് കുർത്തി പോലെ തന്നെ നമുക്ക് അങ്ങനെയാണ് എടുക്കേണ്ടത്. ആ നേരത്തെ പറഞ്ഞതിന് മാത്രമാണ് അങ്ങനെ കേട്ടോ. ബാക്കിയുള്ളത് എടുക്കുമ്പോൾ ഒക്കെ സെറ്റ് ആയിട്ട് എടുക്കണം. ഇഷ്ടം പോലെ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഒക്കെ കാന്ത അജ്രക്ക് പല പല പ്രിന്റ്സിലല്ലേ? ഈ പ്രിന്റ് ഒക്കെ നോക്കി എന്ത് രസമാണ്. അതും നല്ല സോഫ്റ്റ് ഉണ്ട് അല്ലേ? ഇതൊക്കെ അതിന്റെ ഇഷ്ടം പോലെ പ്രിന്റ് ആണ്. ഈ കാണുന്നത് മൊത്തം അതിന്റെ പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. മോഡൽ ആലിയ കട്ട് മോഡലാണ് വരുന്നത്. ഇനി കുറച്ചുകൂടി വെസ്റ്റേൺ ആവാം. നമുക്ക് കുറച്ചുകൂടി വെസ്റ്റേൺ ആവണമെങ്കിൽ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. യെസ്, ഇതൊക്കെ ചെറിയ സൈസ് അല്ല. അപ്പൊ ഇതെല്ലാം ടീനേജ് സൈസ് ആണ്. 13 തൊട്ട് 18 ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഇതെല്ലാം. അവർക്കുള്ളതാണ്, ലേഡീസിനുള്ളതില്ല. ഇല്ല ഇതില്. അപ്പൊ ഞാൻ പോണല്ലേ? ഇല്ല, തരാം, ഐറ്റം തരാം. നിങ്ങൾ വിഷമിക്കണ്ടെന്ന്. വാ ഇങ്ങോട്ട് വാ. നമുക്ക് വെസ്റ്റേൺ ടോപ്സിന്റെ കളക്ഷൻസ്, ഇറക്കും കുറഞ്ഞതും ഇറക്കും ഉള്ളതും എല്ലാം ഉണ്ട് ഇവിടെ. ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ഒക്കെ വരുന്നത്. പല മോഡൽസ് വരുന്നുണ്ട്. ഇത് ജാക്കറ്റ് അറ്റാച്ച് വന്നത്. യെസ്, ഇത് ഡിജിറ്റൽ പ്രിന്റിൽ ഇഷ്ടംപോലെ. അതും പഫ് മോഡൽ ആയിട്ടുള്ള സ്ലീവ്ലെസ് ആണെങ്കിൽ സ്ലീവ്ലെസ്, അപ്പ് ആൻഡ് ഡൗണിൽ ഹൈ ലോ. അതെ, ക്രോപ്പ് ആണെങ്കിൽ ഷർട്ട് ക്രോപ്പിൽ ഡെനിമിന്റെ ഒരു ഇതിലല്ലേ വരും. ഇത് ഇമ്പോർട്ടന്റ്ലി ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് ഇഷ്ടംപോലെ കളക്ഷൻസ്. വെസ്റ്റേണിൽ തന്നെ നല്ല നല്ല. ഇതൊക്കെ ഡെനിമിലല്ലേ? ഇത് തന്നെ 2 ഷെയ്ഡ് ഉണ്ട്. ബ്ലാക്ക് വലുതുണ്ടോ? ഇല്ല, സോറി. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് വേണമെങ്കിൽ വൈറ്റ്. അതും ഡെനിം അടിയില് എന്ത് രസമായിരിക്കും. ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഹെവി പീസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ പക്ഷെ എന്നാലും ഒരു പീസായിട്ട് എനിക്ക് തരില്ലല്ലോ. ഇത് എടുക്കുമ്പോൾ 4 എടുക്കണ്ടേ? അങ്ങനെ ഒരു ദോഷമുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഫുൾ ഇങ്ങനെ ഒരു കളക്ഷൻ ആണ്. ക്രോപ്പ് ടോപ്പില് മെറ്റീരിയൽ വൈസ് സൂപ്പർ എന്ന് വെച്ചാൽ നമുക്കറിയാം വെസ്റ്റേൺ വെയർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പൊ ഡെനിം ആണെങ്കിലും നല്ല ഡെനിമാണ്. പ്ലസ് ഇതിന്റെ അകത്ത് ഇന്നർ ഉണ്ടാവും, അറ്റാച്ച് ആണ് ഇന്നർ. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ജാക്കറ്റ് ടൈപ്പ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഷർട്ട് മോഡൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ബട്ടൺ ഊരുണ്ടായിരുന്നു നോക്കല്ലേ. അപ്പൊ ഇതില് ഉള്ളില് ഇന്നർ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് ജാക്കറ്റ് മോഡൽ എന്ന് വെച്ചാൽ ഇത് അറ്റാച്ച്ഡ് ആണ്. ഇതിലും കളേഴ്സ് വരുന്നുണ്ട് അല്ലേ? ഇതില് ചെക്സിന്റെ ഡിസൈൻസ് മാറും. ഓക്കെ, സെയിം പാറ്റേണില്. ഓക്കെ, IMB അടുത്ത ക്രോപ്പ്. ഇത്
ഇത് അടിയിൽ ഇങ്ങനെ ഒരു പെപ്ലം ടോപ്പ് പോലെ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ആ ഒരു ഫീൽ വരുന്നുണ്ട് ഡങ്കറി ടൈപ്പ് ഡങ്കറിയില്. കുറച്ച് ഇറക്കം കൂടിയതാ. ആ എന്നുവെച്ചാൽ ബാക്ക് കാണാൻ ബാക്ക് കവറുള്ള ചില കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഉണ്ടാവല്ലോ. ആ കുറഞ്ഞത് വേണോ ഇറക്കം കൂടിയത് വേണോ എല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ ടൂണിക് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഇതിന്റെ അടിയിൽ അടിപൊളിയായിട്ടുള്ള പാൻസോ ലെഗിൻസോ 3/4 കാപ്രി എന്ത് വേണമെങ്കിലും ഇത് നമുക്ക് റെഗുലർ ലെങ്ത് ക്രോപ്പിൽ ഇനിയുണ്ട് കളക്ഷൻസ് വേണ്ടതുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ വഴിക്കോടൊക്കെ പോകുമ്പോ ഇങ്ങനെ കാണാറുണ്ട്. ഡിസ്പ്ലേ ഒരു അടിപൊളിയാ, ഒരു രക്ഷയില്ല അല്ലെ? നിങ്ങൾ ഡിസ്പ്ലേ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഫുൾ എല്ലാ ഒരു 2-3 ദിവസം ഡിസ്പ്ലേ ഫുൾ ഡിസ്പ്ലേ മാറ്റിക്കൊണ്ടിരിക്കും. ആ ഡിസ്പ്ലേ കാണുമ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എത്തി ഞാൻ എവിടേക്ക് കണ്ടു. ഇതൊക്കെ അടിപൊളി വെറൈറ്റീസ്. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഇതെന്താ? ഇത് വിത്ത് ഇന്നർ ഉള്ളതാണ്. അപ്പൊ മറ്റേത് അറ്റാച്ച്ഡ് നേരത്തെ കണ്ടത്, അറ്റാച്ച്ഡ് അല്ലാത്തത് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട്. അപ്പൊ ഇത് 2 പീസിന്റെ വെസ്റ്റേൺ ടോപ്പ്. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിലെല്ലാം മിക്സ് കളർ ആണ്. ഓക്കെ, പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരിക്കും കൂടുതൽ. ഇതാണ് ചേച്ചി പറഞ്ഞ ഐറ്റം. ഓ, ക്രോഷ്യ ടാൻ ടോപ്പ് ഉണ്ട് ഇതിനകത്ത്. ക്രോഷ്യ ഇത് ഇത്തിരി ഡിമാൻഡ് കൂടുതലാണ് ഇപ്പൊ, ഇത്തിരി മൂവിങ് ആണ് ഈ ഒരു ഇത് എന്നുവെച്ചാൽ കൊറിയൻ ടോപ്സിനൊക്കെ. നമുക്ക് സാധനം വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ഇട്ടാ വിത്തിൻ 2 days സ്റ്റോക്ക് ഫുൾ ക്ലിയർ ആവും. അപ്പൊ ഫുൾ സെറ്റ് ആവും. ഇതൊക്കെ ആലോചിച്ച് വെച്ചോട്ടെ, ഒരു 2 മണിക്കൂർ ആവാൻ നിൽക്കണ്ട, വീഡിയോ ഇട്ട് അപ്പൊ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോ, കാശ് കൊടുത്ത്. എല്ലാം ഒരു 3-5 days ഉണ്ട്. ഇതിന്റെ അപ്ഡേഷൻസ് ഉണ്ട് നമുക്ക്. ന്യൂ സ്റ്റോക്സ് എല്ലാം 5 days വരും. IMP ഐറ്റത്തിൽ ഇതിനല്ലേ. ഓക്കെ, ഇതൊക്കെ ഭയങ്കര വെൽവെറ്റില് നല്ല മെറ്റീരിയൽ എല്ലാം ഇമ്പോർട്ടഡ് ആണ്. എല്ലാം ഇമ്പോർട്ടഡ് ഫാബ്രിക് വരുന്നുണ്ട്. ഇതൊക്കെ കൊറിയൻ ടോപ്സ് കേട്ടോ, പല മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ്. കൊറിയൻ ക്രോഷ്യ വേണോ, ഇങ്ങനത്തെ മെറ്റീരിയൽ വേണോ? ഇത് നല്ലതാണല്ലോ. കോളർ നെക്കില് ഇതൊക്കെ ഇടുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് അല്ലേ? പാകാവില്ല, വലിച്ചു കിടക്കേണ്ടി വരും. എന്തായാലും അടിപൊളിയാണ് കേട്ടോ സംഭവം. മൊത്തത്തിൽ ഇഷ്ടമായി കേട്ടോ ഓവറോൾ കൊറിയൻ ടോപ്സ്. ഇതൊക്കെ ഫ്രീ ഈ സൈസിൽ അതെ. അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് കെട്ടായിട്ട് എടുക്കണമല്ലോ. അപ്പൊ കെട്ടായിട്ട് കളർ ചേഞ്ച് ആണ് വരുന്നത്. 6 ഉണ്ടാവും, 8 ഉണ്ടാവും. അപ്പൊ സൈസസ് അല്ല, ഇതിന്റെ കളേഴ്സ് ആയിരിക്കും മാറിക്കൊണ്ടിരിക്കാന്നല്ലേ. ഇത് ടാൻ ടോപ്പിൽ തന്നെ നമുക്ക് ഇങ്ങനെ തിരിഞ്ഞു പോയി. ഇങ്ങനെ എങ്ങനെ കണ്ടാലും ഇത് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരുപോലെ ആയിട്ട് ഫീൽ ഇടുന്നവര് തിരിച്ചിട്ടാലും ആരും അറിയാൻ പോണൊന്നുമില്ലാന്ന്. ഇതാ ഇത് ഇങ്ങനെ ആയിട്ടുള്ള ലുക്ക്. ഇത് ഒരു പേളുടെ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള നല്ല ഫിനിഷിംഗ് കളക്ഷൻസ്. ഇത് മാത്രം ഇങ്ങനെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഒരു ചെറിയൊരു ഷോർട്ട്, ഒരു ട്രൗസർ പോലത്തെ ആ ഹോട്ട് ഷോർട്ടൊക്കെ അതുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഫുൾ പാന്റ് മാത്രമേ പക്ഷെ വരും എന്ന് വെച്ചാൽ വെസ്റ്റേൺ വേറെ കളക്ഷൻസ് നിങ്ങൾ എക്സ്പോസ് ചെയ്യണ രീതിയിലുള്ള അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്നാൽ ഇഷ്ടം പോലെ മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇഷ്ടം പോലെ മെറ്റീരിയൽസ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ കാണാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മിസ്സായി പോയി കേട്ടോ. ഇഷ്ടം പോലെ. ഇത് നോക്കിയേ, ഇതിന്റെ സ്ലീവ് ആണ് കേട്ടോ. പഫായിട്ട് അത് ഇട്ട് വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി ഫീൽ ആക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ അതിൽ പെട്ട കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ ഇത് ക്രോഷ്യേല് നമ്മൾ സ്ലീവില് ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്ക് കണ്ടിട്ടില്ലല്ലോ, അതാണിത് അല്ലെ, ഷിഫോണില്. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ എവിടെയോ കണ്ടതില് പിങ്ക്, ഗ്രീൻ, ഇപ്പൊ യെല്ലോന്റെ പകരം കളേഴ്സ് ബേസ് എല്ലാത്തിലും ഒരു 5-6 കളേഴ്സ് എന്തായാലും ഉണ്ടാവും. കൊറിയൻ ടോപ്സ് യെസ് ഫുൾ സ്ലീവിൽ. ഇത് ക്രോഷറ്റില് വരാനുണ്ട്. അപ്പൊ വരുമ്പോഴേക്കും വേഗം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് വെച്ചോ. അപ്പൊ ഇഷ്ടംപോലെ കളേഴ്സ്. അപ്പൊ ഇതൊക്കെ കൊറിയനായി. ഇനി ഇതെന്താ സംഭവം? ഇതൊക്കെ ഇത് ടീഷർട്സ്. ഇത് 5 സ്ലീവ് ഉണ്ട്, ഫുൾ സ്ലീവ് ഉണ്ട്, റെഗുലർ സൈസ് ഉണ്ട്, ഓവർ സൈസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയുമുള്ള ആൾക്കാരുകൾ ഉണ്ടല്ലോ. അതെ, ഇഷ്ടം പോലെ ഇതിനുള്ള വെറൈറ്റീസും. റേറ്റ് ഭയങ്കര ചീപ്പാണ്. ചോദിക്കരുത്. പക്ഷെ എങ്ങനെ ചോദിക്കണം? വാട്സപ്പിൽ മാത്രം ഇതിന്റെ വെറൈറ്റീസ്. അപ്പൊ റേറ്റ് കുറവിനുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ചീപ്പ് റേറ്റിന് ഇഷ്ടം പോലെ വെറൈറ്റീസ്, ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട്. ബാക്കിൽ ഫ്രണ്ടിൽ പ്രിന്റ് വേണമെങ്കിൽ അതും ഉണ്ട്. ഇനി ഇത് ഫുൾ ലെങ്ത് എന്ന് വെച്ചാൽ ലെങ്ത് ഉള്ളതാണ്, ലെങ്ത് ഇല്ലാത്തത് വേണമെങ്കിൽ അതും ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം ലെങ്ത് ഉള്ളതാ. ഇത് ലെങ്ത് കുറവുണ്ട് അല്ലേ? ഇത് ക്രോപ്പില് ലെങ്ത് വേണമെങ്കിൽ ലെങ്ത് ഉള്ളതും ഉണ്ട്. ഇഷ്ടം പോലെ ഓവർസൈസ്. ഇതൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡ്. ഇങ്ങനെ പ്രിന്റ്സ് മാറിക്കൊണ്ടിരിക്കും, കളർ ചേഞ്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇട്ട് ലൂസായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ആയിട്ട് അങ്ങനത്തെ. അപ്പൊ ഇതായി ഇനി എവിടെയാ കളക്ഷൻ? നമ്മുടെ ബാഗീസ്. ഇതൊക്കെ മോളിലേക്കുള്ളതാ. ഇതിന്റെ അടിയിലേക്കുള്ളത് വേണമല്ലോ അല്ലേ? അത് വേണ്ടേ? 6 പോക്കറ്റ് ബാഗ്. ഇത് വലിയ സൈസ് ആണ്. ഇത് ഡെനിം നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് കണ്ട. സീരിയസ്ലി മുംബൈയിൽ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ഡെനിം.
ഓ ആ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഹിന്ദിക്കാരാണ് അപ്പൊ പിന്നെ ഇനി പറയേണ്ട കാര്യമില്ല. ശരിക്കും എങ്ങനെയാ ഒരു മലയാളി ലുക്ക് വന്നേ? ചെറുപ്പം മുതൽ ഇവിടെയാണ്. ഞാൻ 4ാം ക്ലാസ് മുതൽ ഇവിടെ തന്നെ പഠിച്ചതാണ്. ഇവിടെ തന്നെ പഠിച്ചതാണ്, ഇവിടെ തന്നെ ജനിച്ചത് ഇവിടെ നിന്നല്ല, ജനിച്ചത് അവിടെ ഇവിടെ എന്നിട്ട് പിന്നെ നാട്ടിലേക്ക് പോയി. ആ പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നിട്ട് ശരിക്കും ആ മലയാളത്തിന്റെ നല്ല ആ ഒരു ഫ്ലോ. ഞാനിത് ആദ്യം കണ്ടപ്പോ ഇത് ഹിന്ദിക്കാരനാണ്, ആളുടെ മോനാണെന്നുള്ള അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി. പക്ഷെ അടിപൊളി മലയാളം അടിപൊളി ഹിന്ദിയും പറയുന്നുണ്ട്. പിന്നെ ഇനി എന്താ പിന്നെ കല്യാണം കഴിഞ്ഞതാണ് കണ്ടാ പറയും, എനിക്കത് പറയണം. സത്യമായിട്ട് ആരെങ്കിലും പറയും കല്യാണം കഴിഞ്ഞതാന്ന്? ഇല്ലല്ലോ, ഇപ്പൊ കഴിഞ്ഞുള്ളൂ. അതാ ഞാൻ പറയാം കല്യാണം കഴിഞ്ഞതൊന്നും ഫീൽ ചെയ്യില്ലാന്ന്. ആ ഇനി നമ്മുടെ വിഷയം മാറണ്ട. പാന്റ് ബാഗില് ഇതിലൊക്കെ എങ്ങനെയാ വരിക? നമുക്ക് സൈസ് വരുന്നത് 26 തൊട്ട് 34 വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഇനി പല മോഡൽസ് ഷെയ്ഡ്സ്. ഇനിയിപ്പോ ഇതില് വൈഡ് ലെഗ് വേണം, വൈഡ് ലെഗ് ഉണ്ടാവും. ചില പോക്കറ്റ് ഇല്ലാത്തതും ചിലർക്ക് പോക്കറ്റ് ഇല്ലാത്തത് വേണം. അപ്പൊ അതുപോലത്തെ പാറ്റേണും ഉണ്ട്. പിന്നെ മോംഫിറ്റ് വേണോ, മോംഫിറ്റ് ഉണ്ട്. എല്ലാത്തിലും ഷെയ്ഡ്സ് ഉണ്ടാവും, കളർ അവൈലബിൾ ആയിരിക്കുള്ളൂ. സാറാന്നൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അല്ല അത് നമ്മുടെ അല്ല, നമ്മുടെ ഇത് വരുള്ളൂ, യാവൂ ടാഗ് വരുള്ളൂ. കേസ് ഇത് ഷെയ്ഡുകളും അവൈലബിൾ അല്ലേ? ഷെയ്ഡുകളുണ്ട്. ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഷെയ്ഡുകൾ അവൈലബിൾ ആണ്. ഷെയ്ഡ് ഇനിയുണ്ട്, ഇനിയും വരാനുണ്ട്. ആ ഒരു ഷെയ്ഡ് എടുത്താൽ നല്ല രസം. ഇത് പ്ലസ് സൈസ് ആണ്. ഇനി 40, 38 ആ സൈസിലുള്ള എല്ലാവർക്കും ബാഗിയും ഉണ്ട്. സൈസസും അവൈലബിൾ ആണ്. അപ്പൊ ഇതായി. ഇനിയിപ്പോ കൊറിയൻ പാൻസ്. കൊറിയൻ പാൻസും ഇപ്പൊ ഇത്തിരി ഡിമാൻഡാണ്, നല്ല ഡിമാൻഡാണ്. ഇതും ഫിനിഷിങ്ങും ഒക്കെ അടിപൊളിയല്ലേ? ഇതാ കൊറിയൻ പാൻസ്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഇതിലപ്പോ എങ്ങനെ സൈസസ് വരാം? സൈസ് ഇത് 28 തൊട്ട് 34 വരെ. 34 സൈസ് വരെ. ഓക്കെ, ഇതിലും പല കളേഴ്സും അവൈലബിൾ ആണ്. ഇതിപ്പോ ട്രെൻഡ് കൂടുതലാണ്. എന്നുവെച്ചാൽ കൊറിയൻ പാൻസ് ഇപ്പൊ എല്ലാവരും കുർത്തി വിട്ടിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും മറ്റേ ഇപ്പൊ ഞാൻ കാണിച്ച ടീഷർട്സ് ഇല്ലേ, 5 സൈസ് ടീഷർട്ട്, അതിലൊക്കെ എല്ലാത്തിലും ഇത് മൂവിങ് ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടു ക്രോപ്പിന്റെ കൂടെ. അതിൽ ഞാൻ ചെറിയ ക്രോപ്പ് വേണോ വലിയ ക്രോപ്പ് വേണോന്ന് വെച്ചാൽ അങ്ങനത്തെ വെറൈറ്റീസ് വെച്ചാൽ വെസ്റ്റേൺ വെയറിലായാലും കുർത്തീസിലായാലും ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കൂടാണ്ട് ഈ ഒരു സൈഡിലൊക്കെ ഇരിക്കുന്നത് മൊത്തം ടോപ്സ് ആണ്. ടീനേജ് ഫ്രോക്ക് ടൈപ്പ് വരൂലേ, അതിന്റെ എല്ലാം പാറ്റേൺസ് ഞാൻ കാണിച്ചു. ടൂണിക് സ്റ്റൈൽ പോലെ. ഇതെല്ലാം റെഗുലർ സൈസ് ആണ് വരുന്നത്. ഇതിലൊരു പാറ്റേണിൽ നമുക്ക് ഡിഫറെന്റ് കളർ ചാർട്ട് ആണ് വരുന്നത്. ചിലയിൽ 5 ഉണ്ടാവും, ചിലയിൽ 6 ഉണ്ടാവും, അങ്ങനെ ഡിഫറെന്റ് കളർ ചാർട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ സ്ലീവ് ആണ് കേട്ടോ ഇഷ്ടം. ഇത് ഇങ്ങനത്തെ സ്ലീവ് ഇപ്പൊ കൂടുതൽ മൂവിങ് ആണല്ലേ ട്രെൻഡില്. ഇതില് അത് വിത്ത് പാഡഡ് ആണ് ഈ കാണിക്കുന്നത്. ഒക്കെ വെസ്റ്റേൺ ടൂണിക് സ്റ്റൈലിലുള്ള ടോപ്സ്. ജാക്കറ്റ് ഉള്ള ടൈപ്പ് ആണ്. ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇത് ഇങ്ങനെ ജാക്കറ്റ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ, സ്മോക്കി ആയിട്ട് വരുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ്. റേറ്റ് ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ സമാധാനമായിട്ടിരുന്ന് ഓരോന്നോരോന്ന് ചോദിക്കാൻ. അപ്പൊ പറയും ഇത്ര. അപ്പൊ ഞാനിങ്ങനെ വായ പൊളിച്ച് നോക്കാം, അല്ലേ? അത്രയ്ക്കുള്ളത് കേട്ടോ. ഇത് ഫുൾ സ്ലീവ്. അതെ. ഇതൊക്കെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാട്ടോ. ഇപ്പൊ നേരിട്ട് നിങ്ങൾ എറണാകുളം മാർക്കറ്റ് സൈഡിലൊക്കെ വരാണെങ്കിൽ അടിപൊളി ഡിസ്പ്ലേ അവർ സെറ്റ് ചെയ്ത്. ഇതൊക്കെ ഡിസ്പ്ലേയിലുണ്ട് ഈ മോഡലൊക്കെ സെറ്റ് ചെയ്തിട്ട്. സെപ്പറേറ്റ് വരുന്നത്. സെപ്പറേറ്റ് അല്ലാത്തത് ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളത് വിത്ത് ബെൽറ്റോട് കൂടിയിട്ട് ബോക്സ് പ്ലീറ്റിലാണ് ഇത് വരുന്നത്. ഇത് ഡെനിമില് വരണമെങ്കിൽ ഡെനിമിലുണ്ട്. ഇത് സീക്വൻസ് ഫുൾ സീക്വൻസിൽ ഫ്രോക്ക് വരണമെങ്കിൽ അതുണ്ട്. അതില് സിമ്പിൾ ആണോ? സിമ്പിൾ ആണെങ്കിൽ സിമ്പിളും ഉണ്ട്. എന്നുവെച്ചാൽ ഇതൊക്കെ എന്ന് പറയുമ്പോ 365 ഡേയ്സ് മൂവിംഗ് ആയിട്ട്. ഞാൻ ഇവിടെ കട തുടങ്ങിയിട്ട് ഒരു 6 വർഷമായി ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട്. ഈ പാറ്റേൺ എപ്പോഴും എന്ന് വെച്ചാൽ ഇതൊന്നും ട്രെൻഡ് പോവില്ല. ഇത് കൊറിയനൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് വന്നു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ പണ്ടേ മുതലുണ്ട്, ഇപ്പോഴും ആൾക്കാർ. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വയസ്സായിട്ടുണ്ടോന്ന്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ വേറൊരു ഐറ്റം ഉണ്ട്, കൊറിയൻ ഷർട്ട്സ് എല്ലാരും ചോദിക്കും ഇപ്പൊ. അങ്ങനെ ഒരു സംഭവം മാറിക്കൊണ്ടിരിക്കും. ഓവർ സൈസിലാണ് വരുന്നത്. ഇതാണ് വലിയവർക്കുള്ളത്, ലേഡീസിനുള്ള ചെറുപ്പക്കാർക്ക് കൂടെ ലേഡീസിന്. ഇതിന്റെ സൈസ് വരുമ്പോ എങ്ങനെയാ വരാം? ഇതെല്ലാം റെഗുലർ സൈസ്, ഫ്രീ സൈസ് ആണ് എല്ലാം. ഫ്രീ സൈസ്. കളേഴ്സ് മാറും. കളേഴ്സ് മാറും. അപ്പൊ ഒരു 4 അല്ലെങ്കിൽ 6 എണ്ണത്തിന്റെ പീസ് ആയിരിക്കും കേട്ടോ വരുന്നത്. പ്രിന്റുകൾ മാറും, കളേഴ്സ്. മെറ്റീരിയൽ അടിപൊളിയാണ്. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആയിട്ട്. വെച്ചാൽ ഇട്ടു എന്നുള്ള ഒരു ഫീലിംഗ് വരും. നല്ല മെറ്റീരിയൽ ആണ്. പ്രിന്റ് അവൈലബിൾ. ഇതിന്റെ കളക്ഷൻസ് ഒക്കെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒരു പ്ലെയിനും ഉണ്ട്. സ്റ്റോക്ക് ഔട്ട് ആവറായി വരാറുണ്ട്. എന്താ വെച്ചാൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. 2 ദിവസം കൂടുമ്പോ ഇതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇത്, അത്രേ ഉള്ളൂ. പുതിയത് വേണമെങ്കിൽ പുതിയത് കിടല്ലേ. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. എന്തിനാ അപ്പുറത്തേക്ക് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ലെവലപ്പിലുണ്ട്. യെസ്. നമുക്കൊന്ന് ലൊക്കേഷൻ പറഞ്ഞാലോ? ലെവലപ്പ് നമ്മുടെ പോസ്റ്റ് ഹൗസ് ലിങ്ക് റോഡ് ഭഗവതിയുടെ അടുത്തായിട്ടാണ് വരുന്നത്.
പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് കേട്ടോ. അപ്പൊ റൂട്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചാൽ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ കൂടെ വരണാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വരണമെങ്കിൽ മറ്റേ ട്രെയിൻ വഴിക്ക് വരണമെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് വരണം. ബസ് ആകുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ 1 മിനിറ്റിന്റെ വാക്ക് ജസ്റ്റ് ആ ബസ് സ്റ്റോപ്പ് നേരെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഒരു നടത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ആരോടും ചോദിക്കില്ല. ഡിസ്പ്ലേ കണ്ടാൽ മതി. എന്താ തല ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകും. നമ്മുടെ ആ അടിപൊളി ഡിസ്പ്ലേ കയറാ ഇങ്ങനെ കയറി പോകും നമ്മള്. അതാണ് ലെവലപ്പ്. അതെന്ന് വെച്ചാൽ ലെവലപ്പ് എന്ന് വെറുതെ പേര് മാത്രമല്ല, ഇതിലും ലെവലപ്പ്. യെസ്. അപ്പൊ ഇനി നമുക്ക് മുകളിൽ എന്തായിരിക്കും അതൊന്ന് നോക്കിയാലോ പറ്റും. ഫസ്റ്റ് ഫ്ലോർ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ റീസണബിൾ റേറ്റ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ്. ഇവിടെ നമ്മുടെ കുർത്തീസും ഹാൻഡ് വർക്ക് കുർത്തീസും മാത്രമേ ഉള്ളൂ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ. നമുക്ക് അപ്പൊ അടിയിൽ കീഴാനാ താഴത്തെ ഫ്ലോറിൽ. അപ്പൊ ഇവിടെ കുർത്തി മാത്രമേ ഉള്ളൂ? കുർത്തി ഹാൻഡ് വർക്കും നോർമൽ ആയിട്ടുള്ളത് രണ്ടും ഉണ്ട്. അപ്പൊ എവിടെയാ വെറൈറ്റീസ് ഒന്ന് കാണിച്ചു? ഇത് ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. റേറ്റ് ഭയങ്കര റീസണബിൾ ആണ്. ഇതിങ്ങനെ ഫ്ലാപ്പ് ടൈപ്പ് ആയിട്ടല്ലേ? ഇനി ഇതിൽ നമുക്ക് ഫീഡിങ് വേണമെങ്കിൽ ഫീഡിങ് ആക്കാം പറയുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും. ഇത് ആക്ച്വലി ബോഞ്ചോ സ്റ്റൈലാണ് വരുന്നത്. ബോഞ്ചോ സ്റ്റൈലാണ്. സ്ലീവ്സ് എല്ലാം ഇതിന്റെ അകത്തുണ്ടാവും. വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് സ്ട്രെയിറ്റ്, ഇത് വലിയ സൈസ് ആണല്ലോ. സൈസ് 46 വരെ ഉണ്ട്. അതും ഫുൾ ഇങ്ങനെ ഹാൻഡ് വർക്കോട് കൂടിയിട്ട്. ഇവിടെ വരുന്നതിന് വില പ്രത്യേകത ഉണ്ട് അല്ലെങ്കിൽ സെറ്റ് തന്നെ എടുക്കേണ്ടത്? ഇവിടെ ചിലത് മിക്സിംഗ് കൊണ്ട് സെറ്റ് ആയിട്ടുള്ളത് 2 ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ട്. മിക്സ് ആയിട്ട് ഓക്കെ. അത് നിങ്ങൾ തമ്മിൽ ഡീൽ ചെയ്താൽ മതി. നമ്മളിത് കളക്ഷൻസ് നിങ്ങളിലേക്ക് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെ വേണമെങ്കിലും തരുന്നതായിരിക്കും, പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ സപ്പോർട്ടീവ് ആണ്, കസ്റ്റമർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ അവരൊന്ന് വിളിച്ച് സംസാരിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതെ. അപ്പൊ ഇതൊക്കെ കണ്ടോ, ഫുൾ ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് കേട്ടോ. ഇതിലും ഹാൻഡ് വർക്ക് തന്നെ ഒരു ആലിയ സ്റ്റൈലിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ. ഇതിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രോക്ക് മോഡലില് എല്ലാത്തിലും ഉണ്ടാവും. 4, 5, 6 കളർ എല്ലാത്തിലും ഉണ്ട്. അപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ഓപ്ഷൻ. കാരണം റേറ്റ് ഭയങ്കര കുറവാണ്. നിങ്ങൾക്കൊക്കെ മാർജിൻ ഇപ്പൊ അധികം ഇടാണ്ട് തന്നെ ഫസ്റ്റ് എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. പിന്നെ സപ്പോർട്ടൊക്കെ ചെയ്തു തരില്ലേ? നല്ല രീതിയിൽ സപ്പോർട്ട് എല്ലാത്തിലും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ വീനക്കിലെ ഹാൻഡ് വർക്ക് വരുന്നത്. ഫ്രോക്ക് ഇതില് ഏകദേശം ഒരു 16-17 പ്രിന്റ് ഉണ്ടാവും. താഴെയാണ് സ്റ്റോക്ക്. ഇത് കാണിക്കാൻ പറ്റും. ഐറ്റം നല്ല ഐറ്റം. നിലത്തുള്ളതാണ് അല്ലേ? ഓക്കെ. ഇത് ഓർഗൻസ് അല്ലേ? ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത് ടീനേജ് പിള്ളേർക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഫ്രോക്ക്. അടിയിൽ ലെഗിൻസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് സ്ലീവ്ലെസ്. ജാക്കറ്റ് ഉണ്ടോ? കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, കോൺട്രാസ്റ്റ് ജാക്കറ്റ് ആയിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സ്ലീവ്ലെസ് വേണമെങ്കിൽ സ്ലീവ്ലെസ് ഇങ്ങനെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഇടാം. ഇപ്പൊ എല്ലാവർക്കും സ്ലീവ്ലെസ് വേണ്ടു. ജാക്കറ്റ് വേണമെങ്കിൽ നിർബന്ധമില്ല, യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മേടിച്ച് പോകുമ്പോ രണ്ടും മേടിക്കണം. അതെ. ഇതും ഒരു ബോഞ്ചോ സ്റ്റൈലിൽ വരുന്ന ഒരു ഫ്രോക്ക് മോഡലാണ്. ഓക്കെ, ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ വിചാരിക്കുന്നേക്കാളും അപ്പുറത്തേക്കുള്ള ലോ റീസണബിൾ. പിന്നെ ഇത് പിന്നെ അതുപോലെ ഇതൊക്കെ ഇങ്ങനെ ഓഫീസ് വെയർ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ ഡ്രൈ ഓണിലാണ് കേട്ടോ. അംബ്രേല വേണോ, സ്ട്രെയിറ്റ് വേണോ, പ്രിന്റഡില് വേറെ കുറെ ഉണ്ട് കേട്ടോ. അതെ, അതൊക്കെ മിക്സ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. എല്ലാവർക്കും എല്ലാം കാണിച്ചു തരും. എല്ലാ പാറ്റേൺസും വന്ന് നോക്കാ, കാണാ, ഇഷ്ടപ്പെടാ, വീഡിയോ കോൾ ചെയ്യാ. വരാൻ പറ്റാത്തവരാണെങ്കിൽ ഹെവി റൺ 120 12 അതുപോലെ ഇതിൽ എംബ്രോയിഡറി വർക്ക്, ഇതും റേറ്റ് കുറവാണ്. ഈ മുകളിലിരിക്കുകയാണെങ്കിൽ റേറ്റ് കുറവ്, താഴത്താണെങ്കിൽ കുറച്ച് റേറ്റ് കുറച്ചെന്ന് പറഞ്ഞാൽ അതിനും റേറ്റ് കുറവ്. എന്നാന്ന് വെച്ചാൽ താഴത്തെ വെച്ച് നോക്കുമ്പോൾ ഇതിനിവിടെ റേറ്റ് കുറവാണ്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ അടിയിൽ താഴത്ത് റേറ്റ് കുറവ്. എല്ലാ ഡിഫറെന്റ് പ്രിന്റ് ആണ് വരുന്നത്. എല്ലാം സെയിം റേറ്റ് ആണ്, റേറ്റ് ചീപ്പാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണ റീസൺ നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല. എന്നാ നിങ്ങൾക്ക് അറിയാലോ, മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. യെസ്. അപ്പൊ നല്ല ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഐറ്റംസ്. അത് നല്ല ഡയലോഗാണല്ലേ? ഒക്കെ നല്ല ഇതൊക്കെ പിൻടെക്സിന്റെ ഒരു വർക്ക് പോലെ. ഷിഫോണില് കഫ്താൻ മോഡലും ഉണ്ട്. ഞാൻ ഡിസ്പ്ലേ അങ്ങോട്ട് കണ്ടു പുറത്ത്. ഇഷ്ടംപോലെ പക്ഷെ മോഡൽ ഇതായിരിക്കും. പ്രിന്റുകളും മാറി മാറി നിൽക്കും. ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ്. ഇതാണ് കഫ്താൻ സ്റ്റൈൽ. കഫ്താനും സൈസസ് ഉണ്ട്. ഇത് എന്തിനാ കയ്യും കാലം ഒന്നും ഇല്ലല്ലോ, ആ ഒരു സൈസിലേക്ക് കിടക്കാൻ വേണ്ടിട്ടല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രിന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ നോർമൽ ഫ്രോക്ക് തന്നെ, ഷിഫോണിന്റെ നമ്മുടെ
നോർമൽ ഫ്ലാപ്പ് ഇങ്ങനെ ജാക്കറ്റ് പോലെ ഫീൽ ചെയ്യുന്ന അറ്റാച്ച്ഡ് ആണ് ഇത് വരുന്നത്. ഇതൊക്കെ ഫീഡിങ് വേണമെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ മതി, അപ്പൊ ആ രീതിയിൽ റെഡിയാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് മാറുന്നുള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ ചെയ്യാം നമുക്ക്. അതെ അതെ, പ്രിന്റില് ചെയ്യാം, ഇതൊക്കെ എല്ലാം ഇങ്ങനെ ജോർജറ്റിന്റെ മെറ്റീരിയലില്, അതുപോലെ റയോണിന്റെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലുള്ള കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ഡെയിലി വെയറിൽ ഓഫീസ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ഈ മുകളിലത്തെ പോർഷനിൽ ഇരിക്കുന്നത്. പിന്നെ വെസ്റ്റേൺ വെയർ ഒക്കെ ആണെങ്കിൽ താഴത്തെ പോർഷനിലാണ് അല്ലേ. വെസ്റ്റേൺ വെയർ ഒക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വെസ്റ്റേൺ ഇതൊന്നുമല്ല, ട്രെയിലറാണ് ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പൊ വരാൻ കിടക്കുന്ന സാധനമൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നേരിട്ട് വരിക, നല്ല നല്ല കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ ഇങ്ങനെ നിറയ്ക്കുക അല്ലേ. ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് റീസണബിൾ ലോ ബഡ്ജറ്റില് ക്വാളിറ്റിയുള്ള ഐറ്റംസ്. ഇനിയിപ്പോ ഇതിന്റെ അടിയിലേക്കുള്ള പാന്റ് കാണിച്ചു തന്നില്ല കേട്ടോ, അതൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. ലെഗിൻസ് ഉണ്ട്, പലാസോസ് ഉണ്ട്, പിന്നെ കട്ട് പാന്റ് വരുന്നുണ്ട്. എക്സൈറ്റഡ്. വീണ്ടും വെസ്റ്റേൺ നമ്മുടെ പാന്റിന്റെ കളക്ഷൻ ഇതാണ്. ആംഗിൾ ചെക്കിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സൈസസ് വരുന്നത് XL, XXL. ഇൻ കേസ് നമുക്ക് 3XL അതിന്റെ മേളിലും ആണെങ്കിൽ അത്രയും ബൾക്ക് ഓർഡർ തന്നെ അപ്പൊ നമ്മൾ അത് റെഡിയാക്കി തരും. ഓക്കെ, ഇപ്പൊ നോർമൽ ആയിട്ടുള്ള സൈസസ് അവൈലബിൾ ആണ്. കളേഴ്സും അവൈലബിൾ ആണ്. ഇത് നോർമൽ പലാസോ കളേഴ്സ് ഇതിനകത്തും അവൈലബിൾ ആണ്. ഇത് അതിന്റെ സീക്വൻസ് പലാസോ, അക്കോബ, ചിക്കൻ കറി. ഇതിൽ തന്നെ ഷെയ്ഡ്സും ഉണ്ട് കുറെ. അതില് ഇത് സ്വീക്വൻസ് വർക്ക് വന്നിട്ടുള്ളത്. ഇത് ഒക്കെ റയോണില്, എല്ലാ റയോണിലും. ഇത് ഹോട്ട് സെല്ലിംഗ് അജയ്പൂർ ഐറ്റം. ഇതാണല്ലേ പുറത്തിട്ടത്. നല്ല സെല്ലിംഗ്. നമുക്ക് ഇതിന്റെ എല്ലാ വീക്ക് ന്യൂ സ്റ്റോക്ക് വരും. എല്ലാ വീക്ക് വരുന്നത് റെഗുലർ ആണ്. ഇത് 3/4 പോലെ, 3/4 അല്ല, ഒരു ആംഗിൾ ലെങ്ത് വീഡിയോ പോലെ കിടക്കും. അതെ, ഇത് കട്ട് പാന്റ്, ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ കട്ട് പാന്റ്. അതും കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഫുൾ കളേഴ്സ് അവൈലബിൾ ആണ്, സൈസസ് അവൈലബിൾ ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് അതിന്റെ കളേഴ്സ് അല്ലേ. ഫ്രണ്ടില് പോക്കറ്റ് 2 സൈഡ് വരുന്ന 1 സൈഡ് 2 സൈഡ് പോക്കറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ജീൻസ് സിംഗിൾ ബട്ടൺ. ഇത് സൈസ് 28 to 40 വരെ അവൈലബിൾ ആണ്. കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിന് നോർമൽ ആയിട്ടുള്ള സ്ട്രേറ്റ് ഫിറ്റ്. ഇത് നമ്മൾ നേരത്തെ കാണിക്കാൻ വിട്ടുപോയിട്ടായിരുന്നു. അപ്പൊ അതല്ലാത്ത കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ കയ്യിൽ കിട്ടിയത് ഓരോന്നോരോന്ന് ഇങ്ങനെ. ഒരു ഐറ്റം കൂടി ഉണ്ട്, ഡെനിമിന്റെ സ്കേർട്സ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ. അത് ഇപ്പൊ ഇത്തിരി ട്രെൻഡ് കൂടുതലായിട്ട് നിൽക്കുക. കുറെ നാൾക്ക് ശേഷം ഇപ്പൊ വീണ്ടും പിന്നെ നല്ല ഡിമാൻഡ്. ഇല്ല, യെസ്, ഇതിന്റെ വെറൈറ്റീസ്. അത് ലെങ്ത് ഉണ്ടാവും. ഇത് 3/4 ആണ് ഇപ്പൊ. അല്ല, ഇതിപ്പോ ലെങ്ത് എന്ന് പറയുമ്പോൾ ചെറിയ ലെങ്ത് ഉണ്ട്, വലിയ ലെങ്ത് ഉണ്ട്, ഫുള്ളും ഉണ്ട്, 3/4 ഉണ്ട്. ഷെയ്ഡും മാറി മാറി ഇങ്ങനെ വരും. നമ്മുടെ ഡെനിം ഷെയ്ഡ്സ് ഫുൾ ഉണ്ട്. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ബ്ലാക്ക് അങ്ങനത്തെ ഷെയ്ഡ്സ് മൊത്തം ഉണ്ടാവും. മൊത്തം വരുന്നത് ഇതിലാകുമ്പോ ഇങ്ങനെ സൈസസ് ആണ്, ഫ്രീ സൈസസ് ആണ്. 28 to 32 വരെ അങ്ങനെ സൈസസ് വരുന്നത്. പാന്റിന്റെ പോലെ തന്നെ, ഒരു മാറ്റമില്ല. ഇനി ഇതിൽ പോക്കറ്റ് വേണോ, പോക്കറ്റ് ഇല്ലാത്തത് വേണോ, വെറൈറ്റീസിന് ഇനി ബാക്കിൽ കട്ട് വേണോ, ഫ്രണ്ടിൽ കട്ട് വേണോ, സ്ക്രാച്ച് ഉള്ളത് വേണോ, എല്ലാം ഉണ്ട്. സ്കേർട്ടില് സ്ക്രാച്ചസ് ഉള്ളത് ഞാൻ പറഞ്ഞത് വെറുതെ ഇല്ല. അതെ, സൈഡ് കട്ട് വേണമെങ്കിൽ സൈഡ് കട്ട് ഉണ്ട്, നടുക്കില് കട്ട് വേണമെങ്കിൽ എന്തുണ്ട്, ബാക്കിൽ വേണമെങ്കിൽ ബാക്കിലുണ്ട്. എവിടെ കട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി, അവിടെ ഞങ്ങള് ബ്ലേഡ് ഇട്ട് ഇങ്ങനെ വരച്ചു സെറ്റ് ആക്കി തരാം. ഇത് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് പാറ്റേൺസ് വരാനുണ്ട്. ഇത് എന്നുവെച്ചാൽ ഇത് എപ്പോഴും ഇത് സ്റ്റോക്ക് എന്നല്ല, ഓരോ ദിവസം ചെല്ലും തോറും മാറി മാറി വരും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഈ സ്ക്രീനിൽ നമ്പർ കൊടുക്കണ്ട, ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാൻ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ആ നമ്പർ ഇൻ കേസ് ഒരു ഇതുണ്ട്, ആ നമ്പറിൽ ചിലപ്പോൾ വിളിച്ചിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ എന്തായാലും മെസ്സേജ് ചെയ്തിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കും, എൻഗേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ അയ്യോ ഞങ്ങളുടെ ഫോൺ എടുക്കണില്ലേ, ഏത് നേരം ഫോണിലോ അങ്ങനെ ഒരു ഫീലിംഗ് വേണ്ട. വാട്സാപ്പിൽ എന്തായാലും മെസ്സേജ് ചെയ്തോളൂ. അപ്പൊ ഇത് വരുന്നത് നമുക്ക് എറണാകുളത്താണ്. എറണാകുളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എറണാകുളം ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നത്. അപ്പോൾ എറണാകുളം ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ബസ്സായാലും ട്രെയിൻ ആയാലും നിങ്ങളുടെ സ്വന്തം വണ്ടി ആയാലും ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും ലെവൽ അപ്പിൽ. അപ്പൊ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ലൊക്കേഷൻ 1 വട്ടം 2 വട്ടം ഒക്കെ പറഞ്ഞു, ഇനി കേൾക്കാത്തവരാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒക്കെ പറഞ്ഞു തരും, എല്ലാം ചെയ്തുതരാം. പേര് വീണ്ടും പറഞ്ഞു ഞാൻ, ആക്കിബ് ആണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.